സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇൻഡസ്റ്റ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ സെഷനിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡീസൽ മെക്കുമായി ബന്ധപ്പെട്ട് മൊഡ്യൂൾ 4ന്റെ ഒരു ഡിസ്കഷൻ ആണ്. സോ ഓൾറെഡി നമ്മൾ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ത്രെഡ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ടാപ്പ് ആൻഡ് ഡൈയുമായി ബന്ധപ്പെട്ടാണ്. സോ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്ന് കണ്ടിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഡെപ്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ത്രെഡുമായി ബന്ധപ്പെട്ടാണ്. സോ വാട്ട് ഈസ് ആംഗിൾ ഓഫ് ദ മെട്രിക് ആക്മി ത്രെഡ്? മെട്രിക് ആക്മി ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയെന്നാണെന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ആംഗിൾ എത്ര വരിക? ആക്മി ത്രെഡ്, മെട്രിക് ആക്മി ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ 29, 30, 45, 45.5 എന്ന് പറയുന്നത് 30. അവിടെ 30 ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്മി ത്രെഡ് പൊതുവെ നമ്മൾ ഇത്തരത്തിൽ നമുക്കറിയാം നമ്മളുടെ ലീഡ് സ്ക്രൂലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ്. ഒരു ട്രപ്പിസോയിഡൽ ഫോമിലുള്ള ഒരു ത്രെഡ് തന്നെയാണ് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡഡ് ആംഗിൾ ആക്മി ത്രെഡ് മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രിയാണ്. എനിക്ക് ഇപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ മെട്രിക് എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആംഗിൾ 30 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഉത്തരം ഇവിടെ വരുന്നുണ്ടാവുക 30 ഡിഗ്രിയാണ് ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ ആക്മി ത്രെഡുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വളരെ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ത്രെഡാണ് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. സോ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. ഒരു ട്രപ്പിസോഡൽ ഫോമിൽ അറിയപ്പെടുന്ന ഒരു ത്രെഡാണ് ആക്മി ത്രെഡ്. ട്രപ്പിസോഡൽ ടൈപ്പിനകത്ത് വരുന്നതാണ് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 29 ആണ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് നോർമൽ ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. മെട്രിക് ആക്മി ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി ഓർത്തിരിക്കാം. ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്റ്റർ സ്ക്രൂ എന്നറിയപ്പെടുന്ന ലീഡ് സ്ക്രൂവിൽ നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ് ആക്മി ത്രെഡ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന സിംഗിൾ സ്റ്റാർട്ടഡ് ആയിട്ടുള്ള ത്രെഡാണ് ലീഡ് സ്ക്രൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹാഫ് നെറ്റ് എൻഗേജ് ചെയ്യാൻ നമ്മളെ ഈസി ആയിട്ട് സഹായിക്കുന്നുണ്ടാകും. അപ്പൊ ഈ ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റ് പോസിബിൾ ആണ്. നമുക്ക് വെയർ ആൻഡ് ടയറിനെയൊക്കെ എന്താണ് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫൈലാണ് ആ ഒരു ത്രെഡിന്റെ പ്രത്യേകത. ഡെപ്ത് എന്ന് പറയുന്നത്, സോ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇത്തരത്തിൽ പിച്ച് ഡയമീറ്റർ നമുക്കറിയാം അല്ലെ, പിച്ച് ഡയമീറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.5 ടൈംസ് പി ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് 0.5 ടൈംസ് പി ആണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ക്രസ്റ്റിലുള്ള ആ ഒരു വിഡ്ത്ത് എത്രയാണ്? ക്രസ്റ്റിലുള്ള വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.37 ടൈംസ് പി ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്തരത്തിൽ ആക്മി ത്രെഡുമായി ബന്ധപ്പെട്ട്. സോ ആക്മി ത്രെഡ് നമുക്ക് സാധാരണ കേസിൽ സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് പിച്ച് തന്നെയാണ് അതിന്റെ ആ ഒരു നമ്മളുടെ ആ ഒരു എന്താ വരിക, ഡെപ്ത് വരുന്നുണ്ടാവുക. സോ ഹാഫ് ഓഫ് പിച്ച്, ഇതും ഹാഫ് ഓഫ് പിച്ച് തന്നെയാണ് വരിക. സോ ഇത് ഹാഫ് ഓഫ് പിച്ച് ആണ് വരുന്നുണ്ടാവുക. സോ ഇവിടെ നിന്നും അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് വരെയുള്ള ഡിസ്റ്റൻസ് പി പിച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള സ്ക്വയർ ത്രെഡ് നമുക്കറിയാം. പിന്നീട് ഇതെന്താണ്, ഇതൊരു ട്രപ്പിസോഡൽ ഫോമിലേക്ക് മാറി എന്നുള്ളതാണ് അല്ലെ, മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ട്രപ്പിസോഡൽ ഫോമിലേക്ക് മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എഫക്റ്റീവ് ഡയമീറ്റർ എടുക്കുന്ന സമയത്ത് ആ ഇഫക്റ്റീവ് ഡയമീറ്റർ ലൈക്ക് അതിന്റെ ഹാഫ് പോർഷനിലായിരിക്കും നമുക്ക് 0.5 ടൈംസ് പി വരുന്നുണ്ടാവുക. ക്രസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ കുറയുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് 0.37 ടൈംസ് പിച്ച് ആണ് അതിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആക്മി ത്രെഡ് ആയതുകൊണ്ട് അവിടെ ഇൻക്ലൂഡ് ആംഗിൾ 29 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. മെട്രിക് അല്ല, അതുകൊണ്ട് 29 അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ തിക്നെസ് ഓഫ് ത്രെഡ് അറ്റ് ക്രസ്റ്റ് ആൻഡ് റൂട്ട്, ഇത്തരത്തിൽ ക്രസ്റ്റും അതുപോലെ തന്നെ എന്താണ് റൂട്ടും അല്ലെ, ഇത്തരത്തിൽ ആ വാല്യൂസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 0.37 പി ടൈംസ് എന്നുള്ളത് പിച്ച് ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ഈ പറഞ്ഞ രീതിയിൽ ക്രസ്റ്റ് ഈ ഒരു പോർഷനും റൂട്ടിലും വരുന്ന വാല്യൂ 0.37 പി ആണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.5 ടൈംസ് പി ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ ഇത്രയാണ് നമുക്ക് ആക്മി ത്രെഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ള കുറച്ച് പോയിന്റുകൾ നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡൗട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ആംഗിൾ ഓഫ് BIS മെട്രിക് ത്രെഡ്? BIS മെട്രിക് ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സോ 60 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 45.5 ഡിഗ്രി. എന്താ വരിക?
60 ഡിഗ്രി. സംശയമൊന്നും വേണ്ട. ആംഗിൾ ഓഫ് BIS മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെട്രിക് ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ മെട്രിക് ത്രെഡിന്റെ ISO മെട്രിക് ത്രെഡിന്റെ ആ ഒരു പ്രൊഫൈൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ശ്രദ്ധിക്കുക, അതിന്റെ ആ ഒരു ക്രസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് പോർഷൻ എന്ന് പറയുന്ന ഇത്തരത്തിൽ റൗണ്ട് പോർഷൻ കാണാൻ സാധിക്കും. ക്രസ്റ്റ് പോർഷൻ നമുക്ക് ഫ്ലാറ്റ് സർഫസ് കാണാൻ സാധിക്കും. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്നുള്ളത് ഓർക്കുക. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്നുള്ളത്. ഈ BIS ത്രെഡ് തന്നെയാണോ ഐസോമെട്രിക് ത്രെഡ്? ഐസോമെട്രിക്കോ ISO ആണ് ഉദ്ദേശിക്കുന്നത്. ISOമെട്രിക് അത് തന്നെയാണോ? അതെ അതെ. ഈ പറഞ്ഞ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നതാണ് ISO. ശരി. അപ്പൊ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിൽ BIS അല്ലെങ്കിൽ ISO പ്രകാരമുള്ള ത്രെഡിന്റെ പറ്റി മറ്റൊരു സംശയം ഉണ്ടായിരുന്നത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ഡെപ്ത് ഓഫ് BIS മെട്രിക് ത്രെഡ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നുണ്ടാവും 0.6495 ടൈംസ് ആണ് കേട്ടോ. 6495 ടൈംസ് പിച്ച് ആണ് വാല്യൂ വരുന്നുണ്ടാവുക. അപ്പോൾ BIS മെട്രിക് ത്രെഡ് പ്രകാരം സ്റ്റാൻഡേർഡ് ത്രെഡിന്റെ ആ ഒരു ഡെപ്ത് വാല്യൂ വരുന്നുണ്ടാവുക 0.6495 ആണ്. അവിടെ ചെറിയ വാല്യൂ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നോട്ട് ചെയ്തോളൂ, 0.6495 ടൈംസ് പിച്ചാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 0.6495 ടൈംസ് പിച്ചാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അതിൽ മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. വാട്ട് ഈസ് ത്രെഡ് എലമെന്റ് ദാറ്റ് ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് സ്ക്രൂ ത്രെഡ്? ഈ പറയുന്ന സ്ക്രൂ ത്രെഡിന്റെ റൊട്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതാണ്? പിച്ച് ഓഫ് ത്രെഡ്, ഡെപ്ത് ഓഫ് ത്രെഡ്, ലീഡ് ഓഫ് ത്രെഡ്, ഹാൻഡ് ഓഫ് ത്രെഡ്, ഏതായിരിക്കും? ഹാൻഡ് ഓഫ് ത്രെഡ്. ഹാൻഡ് ഓഫ് ത്രെഡ്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? സോ ഹാൻഡ് ഓഫ് ത്രെഡ് തന്നെയാണ് അതിന്റെ റൊട്ടേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത്, നമ്മൾ ടൈറ്റ് ചെയ്യുന്നതാണോ ലൂസ് ചെയ്യാണോ എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ത്രെഡിന്റെ ലൈക്ക് അതിന്റെ ഹാൻഡ് ഓഫ് ത്രെഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം സംശയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഫോം ഓഫ് ത്രെഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് പർപ്പസ്? ഫാസ്റ്റനിങ് പർപ്പസുകൾക്ക്, ഫാസ്റ്റനിങ് പർപ്പസ്, ജനറൽ ഫാസ്റ്റനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫാസ്റ്റനിങ് പ്രത്യേകിച്ചൊരു ആപ്ലിക്കേഷൻ ഒന്നും എടുത്തു പറയുന്നില്ല, ഫാസ്റ്റനിങ് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. സോ വിച്ച് ഫോം ഓഫ് ത്രെഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് പർപ്പസ്? അപ്പോൾ ഇവിടെ വി ത്രെഡ്, സ്ക്വയർ ത്രെഡ്, സോ ടൂത്ത്, നക്കിൾ, ഏതായിരിക്കും? വി ത്രെഡ് ആണ് ഇവിടെ വി ത്രെഡ് തന്നെ ഉത്തരം വരും. അപ്പൊ വി ത്രെഡ് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ജനറൽ ഫാസ്റ്റനിങ് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വി ത്രെഡ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കി സ്ക്വയർ ത്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നു. സോ ടൂത്ത് ത്രെഡ് എന്ന് പറയുന്നത് ബട്ട്രസ് ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. സോ അതും പവർ ട്രാൻസ്മിഷൻ ഒക്കെ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വൺ ഡയറക്ഷനിൽ. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് അവിടെയും നമുക്ക് ഈ പറയുന്ന ലോഡ് നമുക്ക് വളരെ വലിയ ലോഡുകളൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് നക്കിൾ ത്രെഡ്. അപ്പൊ റെയിൽവേ കപ്ലിങ്സിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നക്കിൾ ത്രെഡാണ്. എന്നാൽ ജനറൽ ഫാസ്റ്റനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാസ്റ്റനിങ് ഒക്കെ നമ്മൾ സാധാരണ ഇത്തരത്തിൽ വി ത്രെഡ് ഹാവിംഗ് ഇൻക്ലൂഡഡ് ആംഗിൾ 60 ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. ഒരു ക്വസ്റ്റ്യൻ, BSW ത്രെഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്, അതും നമുക്ക് ജനറൽ ആപ്ലിക്കേഷൻ ആണ്. ജനറൽ ആപ്ലിക്കേഷൻ അതും പക്ഷേ നോട്ട് ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് എന്ന് ആണ്. അതും കറക്റ്റ് ആണ്. ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ്ങിന് നമ്മൾ BSW യൂസ് ചെയ്യാറുണ്ട്. അത് അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് എടുത്തു പറയുന്ന ഒരു ടൈപ്പാണ് ഇത്തരത്തിൽ BSW, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് ജനറൽ ഫാസ്റ്റനിങ് ആപ്ലിക്കേഷന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് 1.25 സ്റ്റാൻഡ് ഫോർ എ മെട്രിക് ത്രെഡ് ഡെസിഗ്നേറ്റഡ് ബൈ M12 1.25? 1.25 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? M12 into 1.25 എന്ന് പറയുമ്പോൾ 1.25 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പിച്ച് ഓഫ് ദ ത്രെഡ് ആണ്. സംശയം എന്താ? പിച്ച് ഓഫ് ദ ത്രെഡ് ഇൻ MM ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മെട്രിക് ആണെങ്കിൽ MM ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ M12 ദാറ്റ് ഈസ് മേജർ ഡയമീറ്റർ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കറസ്പോണ്ടിങ് പിച്ച് നമ്മൾ കൊടുക്കാറുണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് ത്രെഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. M എന്ന് ഉദ്ദേശിക്കുന്നത് മെട്രിക് ആണ്. ഓക്കെ, മറ്റൊരു ചോദ്യം, വിച്ച് ഫോം ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് വെൻ ഫോഴ്സ് ഈസ് ആക്ടിങ് അലോങ് വൺ ഡയറക്ഷൻ? ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും വി ത്രെഡ്, ബട്ടർസ് ത്രെഡ്, സോ ടൂത്ത്, നക്കിൾ. ഓക്കെ,
അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ അല്ലെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ബട്ട്രസ് ത്രെഡ് ആണ്. ബട്ട്രസ് ത്രെഡ് പോലെ തന്നെയാണ് ഈ പറയുന്ന സോ ടൂത്ത് ത്രെഡ് വരുന്നുണ്ടാവുക. ഇറ്റ്സ് മോഡിഫൈഡ് ഫോം ഓഫ് ബട്ട്രസ് ത്രെഡ് ആണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ഇവിടെ അതായത് ബട്ട്രസ് ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് സോ ടൂത്ത് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടും നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നതാണ്. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബട്ട്രസ് ത്രെഡ് ആണ്. കാര്യം ബട്ട്രസ് ത്രെഡ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് സോ ടൂത്ത് ത്രെഡ്. അതും എന്ത് തന്നെയാണ് ബേസിക്കലി, അതും നമുക്ക് ഇത്തരത്തിൽ ഒരു ഡയറക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്ന് ഓർത്തിരിക്കാം കേട്ടോ. അതിലേക്ക് വരാം സോ ടൂത്തിലേക്ക് വരാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടും വരുന്ന സമയത്ത് ബട്ട്രസ് ആണ് കുറച്ചുകൂടെ നമ്മളത് കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിന്റെ തന്നെ ഒരു വകഭേദമാണ് ബേസിക്കലി സോ ടൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മോഡിഫൈഡ് ഫോം ആണ് സോ ടൂത്ത്. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് വിച്ച് ഫോർമുല ഈസ് ഫോർ ഫൈൻഡിങ് ഡെപ്ത് ഓഫ് BSW, ബി സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് എക്സ്റ്റേണൽ ത്രെഡ്? 0.6403. യെസ്. അപ്പൊ അത് കറക്റ്റ് ആണ്. 0.6403 ടൈംസ് പിച്ച് തന്നെയാണ്. 0.6403 ടൈംസ് പിച്ച് തന്നെയാണ് എടുത്ത് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണ്. ബ്രിട്ടീഷിന്റെ മിക്കതും 55 ഡിഗ്രി തന്നെയാണ്. എക്സെപ്റ്റ് ബ്രിട്ടീഷ് അസോസിയേഷൻ അല്ലെ, ബ്രിട്ടീഷ് അസോസിയേഷൻ ആണെങ്കിൽ അവിടെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അവിടെ എന്താ ബ്രിട്ടീഷ് അസോസിയേഷന്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്? 47.5. 47 കറക്റ്റ് ആണ്. 47.5 ഡിഗ്രിയാണ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിന്റെ. പൊതുവെ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളിലൊക്കെ അല്ലെങ്കിൽ പ്രിസൈസ് മെഷറിംഗ് അല്ലെങ്കിൽ പ്രിസൈസ് മെഷീൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡ് ആണ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് എന്ന് പറയുന്നുണ്ടാവുക. ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 47.5 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് എന്ന് പറയുന്ന BSW ത്രെഡ് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ രണ്ടും എന്ത് തന്നെയാണ്? ഇത്തരത്തിൽ നോക്കി രണ്ടും റൗണ്ടഡ് ആണ് അല്ലെ, ക്രസ്റ്റും റൂട്ടും. ചിത്രമൊക്കെ ഒന്ന് മനസ്സിലേക്കുണ്ട്. ക്രസ്റ്റും റൂട്ടും റൗണ്ടഡ് ആണ്. ഓക്കെ, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണ്. 55 ഡിഗ്രി ആണെന്നുള്ളത് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ 55 ഡിഗ്രി തന്നെ. അതുപോലെ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് 0.6403 അല്ലെ, 0.6403 ടൈംസ് P ആണ്. ക്രസ്റ്റും റൂട്ടും റൗണ്ടഡ് ഓഫ് ടു എ ഡെഫിനിറ്റ് റേഡിയസ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇതൊക്കെ എടുത്ത് പറയുന്ന എന്താണ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് 3 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ഇൻക്ലൂഡഡ് ആംഗിൾ 55, ഡെപ്ത് ഓഫ് ത്രെഡ് കറസ്പോണ്ടിങ് വാല്യൂ, ക്രസ്റ്റും റൂട്ടും റൗണ്ടഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്ത് BSWയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഓരോ ചോദ്യമായിട്ട് നമുക്ക് വേണേ ഇടാം അല്ലെ. പറഞ്ഞ രീതിയിൽ ആ പോയിന്റുകളൊന്നും ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ വാല്യൂസും ഈ പറയുന്ന വാല്യൂസ് എല്ലാം ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്ര ആ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കുറവാണ്. എന്നാൽ നമ്മളുടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാല്യൂ ഇല്ല, ഇത്തരത്തിൽ എന്താണ് 0.6403 ടൈംസ് P, പിന്നെ അതുപോലെ തന്നെ 55 ഡിഗ്രി എടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ ത്രെഡ് ഡെപ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് SQ60x9? ഡെപ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് വാല്യൂ ഈ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ ത്രെഡ് ആണ് SQ60x9 എന്ന് പറയുന്ന ഡയമെൻഷൻ അല്ലെങ്കിൽ ഡെസിഗ്നേഷനകത്ത് ആ ഒരു സ്ക്വയർ ത്രെഡിന്റെ ഡെപ്ത് വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 60x9 എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4.5 ആണ്. 4.5. 9 എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി പിച്ച് ആണ്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിൽ 0.5 ടൈംസ് പിച്ച്, 0.5 ടൈംസ് പിച്ച്. അപ്പോൾ ആ ഡെപ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ പകുതിയാണ്. സോ 4.5 ആണ് ഉത്തരം വരിക. 4.5 ആണ് ഉത്തരം വരിക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല മിക്കതും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 2-3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് മിനിമം വേണ്ടി വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ ഡയറക്റ്റ് 9 എന്താണെന്നൊന്നും ചോദിക്കില്ല. 9 പിച്ചാന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആ പിച്ച് വെച്ച് നമുക്ക് അതിന്റെ സ്ക്വയറിന്റെ ഡെപ്ത് ആയിരിക്കും, നമ്മൾ ഡെപ്ത് ഓഫ് ത്രെഡ് ആണ് നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പോൾ അത് നമ്മുടെ സ്ക്വയർ ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി.
സോ ഇത്തരത്തിൽ ഫ്ലാറ്റ് സർഫസ്, പിന്നീട് അതിനുശേഷം അതിന്റെ സ്പേസ്, പിന്നെ വീണ്ടും ഫ്ലാറ്റ്, കറസ്പോണ്ടിങ് ഡെപ്ത് എന്ന് പറയുന്നത് 0.5 ടൈംസ് പിച്ച്, കറസ്പോണ്ടിങ് ക്രസ്റ്റ് എന്ന് പറയുന്നത് 0.5 ടൈംസ് പിച്ച്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. ഇവിടെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇഞ്ചസിലെ നമ്പർ ഓഫ് ത്രെഡ് പെർ ഇഞ്ച് അല്ലെ. ഇത്തരത്തിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ത്രെഡ് പെർ ഇഞ്ച് ആണ്. ഒരു ഇഞ്ചില് എത്ര ത്രെഡ് ഉണ്ടെന്നുള്ളതാണ് ത്രെഡ് പെർ ഇഞ്ച് TPA എന്ന് പറയാറുണ്ട്. സോ അത്രയും n എന്ന് പറയുന്ന നമ്പർ ഓഫ് ത്രെഡ് പെർ ഇഞ്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/pitch അല്ലെ. 1/pitch ആണ്, 1/p ഇഞ്ച് എന്നുള്ള വാല്യൂ ആണ്. സോ അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്ത് 0.5 ടൈംസ് n, അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് 0.5 ടൈംസ് n, വിഡ്ത്ത് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് എല്ലാം 0.5. ഇപ്പൊ അതായത് 0.5 ടൈംസ് പിച്ച് തന്നെയാണ് വാല്യൂ വരുന്നുണ്ടാവുക. ഓക്കെ, പിച്ച് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഡ്ജസെന്റ് നമുക്കറിയാം, അഡ്ജസെന്റ് രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 0.5 ടൈംസ് പിച്ച് ആണ് വാല്യൂസ് എല്ലാം വരുന്നുണ്ടാവുക. സ്പേസ് ആയിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, ഡെപ്ത് ആയിക്കോട്ടെ, എല്ലാം 0.5 ടൈംസ് പിച്ച് ആണ്. അത് ഓർത്തിരുന്നാൽ മതി സ്ക്വയർ ത്രെഡുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഡൗട്ട് വന്നൊരു ചോദ്യമാണ്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് BSW ത്രെഡ്? BSW ത്രെഡിന്റെ യൂസ് എന്താണ്? ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ്, ലോഡ് ഫിറ്റിംഗ്, ഫാസ്റ്റ് മൂവ്മെന്റ്, യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് തന്നെയാണ് കേട്ടോ, ഓർത്തിരുന്നാൽ മതി. ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് എടുത്ത് പറയുന്നുണ്ട്. BSWയുടെ ഒരു ആപ്ലിക്കേഷൻ, ഓരോന്നിനും പ്രത്യേക ആപ്ലിക്കേഷൻ പറയുന്നതിനൊപ്പം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. സോ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഈസ് എക്സാമ്പിൾ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് മോഷൻ യൂസിങ് ത്രെഡ്? ത്രെഡിന്റെ സഹായത്തോടു. റാക്ക് ആൻഡ് പിനിയൻ ആണ്. റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്നത് നമ്മൾ ത്രെഡ് ഫോം ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പിനിയൻ അല്ലെങ്കിൽ റാക്ക് എന്നൊക്കെ പറയുന്നത് എന്ത് മെക്കാനിസവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ശരിയാണ് സാർ, വോം ആൻഡ് വോം ഷാഫ്റ്റ്. അപ്പം വോം ത്രെഡ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, വോം ത്രെഡ്. അപ്പൊ അവിടെ വോം ത്രെഡും വോം ഷാഫ്റ്റും, അപ്പൊ അതെന്ന് പറഞ്ഞ ഫോം ഓഫ് ത്രെഡ് ആണ്. ഓക്കെ, സോ റാക്ക് ആൻഡ് പിനിയൻ നമ്മൾ ഗിയർ ആണ്. എനിവേ നമ്മളത് ത്രെഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല. റാക്ക് പിനിയൻ അവിടെ ഗിയർ അല്ലെങ്കിൽ ഗിയർ ഗിയറുകളാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. ഇത്തരത്തിൽ ഗിയേഴ്സ് ആയിരിക്കും അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലിങ്ക്, ഡ്യുവൽ ഗിയറിംഗ്, ബാക്കിയൊക്കെ ഗിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ യൂസിങ് ത്രെഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ ലൈക്ക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ മോഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോം ആൻഡ് വോം ഷാഫ്റ്റ് ആണ് അല്ലെ. വോം ആൻഡ് വോം ഷാഫ്റ്റ് ശരിയാണ്. വോം ആൻഡ് വോം ഗിയറുകൾ ഉണ്ട് എങ്കിൽ തന്നെ ത്രെഡ് ഫോമിൽ നമ്മൾ കാണപ്പെടുന്നത്, ത്രെഡ് ഫോം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വോം ത്രെഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ത്രെഡിനകത്ത് വോം ത്രെഡ് എന്ന് പറയുന്ന ത്രെഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. വോം ത്രെഡിന്റെ ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്? ഓർക്കുന്നുണ്ടോ? അത് നോട്ടിൽ തന്നിട്ടില്ല. ഓക്കെ, വോം ത്രെഡ് 29 ഡിഗ്രി ആണ് കേട്ടോ. 29 ഡിഗ്രി ആണ്. അതിലേക്ക് വരാം. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു, നോക്കാം എന്തായാലും. ഓക്കെ, സോ വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ സ്ക്രൂ ജാക്ക് സ്പിൻഡിൽ? സ്ക്രൂ ജാക്ക് സ്പിൻഡിൽ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? സ്ക്വയർ ത്രെഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, the thread is represented M12 into 1.5. M12 into 1.5. What does represent 12? 12 എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മേജർ ഡയമീറ്റർ. അപ്പൊ റെപ്രസെന്റേഷൻ ആണ്. Which is the form of trapezoidal thread? തന്നിരിക്കുന്നതിനകത്ത് ട്രപ്പീസോയിഡൽ ത്രെഡിന്റെ ഒരു ഫോം ഏതാണ്? BSW, മെട്രിക്, BSF, ആക്മി. ആക്മി ത്രെഡ് തന്നെയാണ് കേട്ടോ, ആക്മി ത്രെഡ്. അപ്പൊ ഇവിടെ നോക്കി, ട്രപ്പീസോയിഡൽ ത്രെഡ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ജസ്റ്റ് സ്നിപ്പ് ചെയ്തിട്ടേക്കുന്നതാണ്. ട്രപ്പീസോയിഡൽ ത്രെഡ്, these thread have a profile which is neither square nor V. അല്ലെ, ഇത്തരത്തിൽ ഇവിടെ വിയുമല്ല സ്ക്വയറുമല്ല. അപ്പൊ അത്തരത്തിൽ ട്രപ്പീസോയിഡൽ ആയിട്ട് നമുക്ക് കാണപ്പെടുന്ന ആ ഒരു ടൈപ്പ് ടീത്തുകളാണ് നമ്മൾ എന്താ പറയാ, അത്തരത്തിലുള്ള എന്താണ് ത്രെഡുകളായിരിക്കും അവിടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. സോ അതിനെ നമുക്ക് ട്രപ്പീസോയിഡ് എന്ന് പറയാം. They are used to transmit motion or പവറോ അല്ലെങ്കിൽ മോഷനോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Different forms of trapezoidal thread are acme thread, buttress thread, sawtooth, worm thread. Okay, അപ്പൊ ഇതൊക്കെ എന്താണ്? ട്രപ്പീസോയിഡൽ ത്രെഡിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ. അപ്പൊ അത് നമ്മളോട് ഇപ്പൊ ഇങ്ങനെ ഒരു ബേസിക് ചോദ്യം വന്നു. അപ്പൊ ഇതിനെ തന്നിരിക്കുന്നതിനകത്ത് ട്രപ്പീസോയിഡൽ അല്ലാത്തത് ഏത്? അപ്പൊ ബാക്കി 3 എണ്ണം ട്രപ്പീസോയിഡ് തരും. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും? മറ്റൊരു ത്രെഡ് തരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ആക്മി ത്രെഡ്
ബട്ടർസ് ത്രെഡ്, സോ ടൂത്ത്, വോം, ഇതൊക്കെ എന്താണ് ട്രപ്പീസോഡൽ ത്രെഡിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കാം. ആ ട്രപ്പീസോഡൽ ഫോമിലാണ് കാണപ്പെടുന്നുണ്ടാവുക. മറ്റു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ നക്കിൾ ത്രെഡ് ട്രപ്പീസോയിഡിൽ വരുമോ? എങ്ങനെയാണ്? നക്കിൾ ത്രെഡ് ഇല്ലേ, അതൊരു സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് നക്കിൾ ത്രെഡ്. അത് ട്രപ്പീസോയിഡ് ത്രെഡിന്റെ ഇതിനകത്ത് വരില്ലല്ലോ. ഇല്ല, ട്രപ്പീസോഡ് വരത്തില്ല. ഈ ട്രപ്പീസോയിഡ് സ്ക്വയറിന്റെ മോഡിഫൈഡ് ഫോം ആണെന്ന് പറയണില്ലേ? അതെ അതെ, പക്ഷെ നക്കിൾ ത്രെഡ് അതിൽ വരുന്നില്ല. ഓക്കെ. അപ്പൊ വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് ബട്ടർസ് ത്രെഡ് ഇഫ് പിച്ച് ഈസ് 1.8 mm ഓഫ് 45 ഡിഗ്രി ആംഗിൾ? അപ്പൊ 45 ഡിഗ്രി ആംഗിൾ ഉള്ള എന്താണ് ഒരു ബട്ടർസ് ത്രെഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ പിച്ച് വാല്യൂ എന്ന് പറയുന്നത് 1.8 mm ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഡെപ്ത് ആണ് ചോദ്യം വന്നത്. ഡെപ്ത് ഓഫ് ബട്ടർസ് ത്രെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഇവിടെ ഡയറക്റ്റ് പ്രോബ്ലം ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. എന്തായിരിക്കും വരിക? എങ്ങനെയായിരിക്കും അതിന്റെ വരിക? 0.75 ടൈംസ് പിച്ചാണ് നമ്മളുടെ ആ ഒരു ബട്ടർസ് ത്രെഡിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ. അപ്പൊ 0.75 ടൈംസ് 1.8, 0.75 ടൈംസ് 1.8 അല്ലെ? അപ്പൊ 1.8ന്റെ 0.25% അല്ലെ? അതിന്റെ 1.8ന്റെ എന്താണ് 75% എന്ന് പറയുന്നത് എന്തായിരിക്കും വാല്യൂ? ഏകദേശം നമുക്ക് ഇപ്പൊ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ലേ? ചെയ്തില്ലെങ്കിലും 0.75% ഓഫ് 1.8 1.35. കറക്റ്റ് ആണ്, 1.35 ആണ്. 1.35 തന്നെയാണ് അല്ലെ? ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ബട്ടർസ് ത്രെഡുമായി ബന്ധപ്പെട്ട് സോ അതിന്റെ ഈ പറയുന്ന ഡെപ്ത് എന്ന് പറയുന്നത് 0.75 ടൈംസ് പി ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ തിയറട്ടിക്കൽ ഡെപ്തും ഉണ്ട്, ആക്ച്വൽ ഡെപ്തും ഉണ്ട്. സോ ഈ പറയുന്നതാണ് ആക്ച്വൽ, ഇതാണ് നമ്മുടെ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നുണ്ടാവുക. തിയറട്ടിക്കൽ എന്ന് പറയുന്നുണ്ടാവുക. സോ ഇതാണ് നമ്മുടെ ഇതൊരു അഡീഷനിലൂടെ വരും അല്ലെ? സോ ഇതാണ് തിയറട്ടിക്കൽ ഡെപ്ത്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, ഫൈൻ. ഈ ക്യാപിറ്റൽ ഡി തിയറട്ടിക്കൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു പിച്ച് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന തിയറട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് പിച്ചിന് ഈക്വൽ ആണ്. എന്നാൽ സ്മോൾ ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല? പിച്ചിന് ഈക്വൽ അല്ല, പിച്ചിനെക്കാട്ടി ചെറുതാണ്. 0.75 ടൈംസ് ആണ് പിച്ച്. ഓക്കെ, അത് ഇൻ ടൈംസ് ഓഫ് നമുക്ക് പിച്ചിലേക്ക് വരുന്ന 0.75 ടൈംസ് പിച്ച് എന്നുള്ള വാല്യൂ ഓർത്തിരിക്കാം. പിന്നെ ഫ്ലാറ്റിന്റെ ഈ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇത്തരത്തിൽ വിഡ്ത്ത് ഓഫ് ഫ്ലാറ്റ്. ഫ്ലാറ്റ് പോർഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് പിച്ച് ബൈ 8 ആണ്. പിച്ച് ബൈ 8. അത്യാവശ്യം ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി, അത്ര ഡെപ്തിലേക്കൊന്നും പോയില്ലെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള സർഫസ് ലെവലിലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഓർത്തിരിക്കുക. ബട്ടർസ് ത്രെഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ക്വസ്റ്റിലേക്ക് വരാം. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം ബട്ടർസ് ത്രെഡുമായി ബന്ധപ്പെട്ട്. വിച്ച് ത്രെഡ് ഹാസ് എ കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ത്രെഡ് ഹാസ് കമ്പൈൻഡ് സ്ട്രെങ്ത് ഓഫ് സ്ക്വയർ ത്രെഡും വി, സ്ക്വയർ ത്രെഡ് വി, സ്ക്വയർ ത്രെഡ് വി. അപ്പോൾ ഇത് ഏതായിരിക്കും? അതും ബട്ടർസ് ത്രെഡ് തന്നെയാണ്. ബട്ടർസ് ത്രെഡ് തന്നെയാണ്. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻഡ് ഫോം ഓഫ് സ്ക്വയർ ത്രെഡ് ആൻഡ് വി ത്രെഡ്. വി ത്രെഡിന്റെയും സ്ക്വയർ ത്രെഡിന്റെയും ഒരു കമ്പൈൻഡ് ഫോം ആണ് ബേസിക്കലി എന്ത് ഈ പറയുന്നത് ബട്ടർസ് ത്രെഡ് എന്ന് പറഞ്ഞ ട്രപ്പിസോഡൽ ത്രെഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ബേസിക്കലി. മറ്റൊരു ചോദ്യം, ലീഡ് ഓഫ് എ ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ഈസ് 4.5. അപ്പൊ മറ്റൊരു ഏരിയ ആണ് ഇത്തരത്തിൽ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ലീഡ് ഓഫ് എ ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ഈസ് 4.5. ലീഡ് അല്ലെ? ഇത്തരത്തിൽ ലീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4.5 mm ആണ്. നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്പിൾ സ്റ്റാർട്ട് ആണ്. വാട്ട് വിൽ ബി ദ പിച്ച്? പിച്ച് കണ്ടുപിടിക്കാം. 1.5. ഓക്കെ, നമുക്ക് ആ റിലേഷൻ എടുത്താൽ മതി. ലീഡ് ഈസ് ഈക്വൽ ടു n ടൈംസ് പിച്ച് അല്ലെ? ലീഡ് ഈസ് ഈക്വൽ ടു n ടൈംസ് പിച്ച്. ലീഡ് എന്ന് പറയുന്നത് L ആണ്, n എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റാർട്ട് ആണ്, പിച്ചിന്റെ വാല്യൂ P ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പിച്ച് ഈസ് ഈക്വൽ ടു ലീഡ് ഡിവൈഡ് ബൈ n ആണ്. ലീഡിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 4.5 mm ആണ്. 4.5 mm ഡിവൈഡ് ബൈ 3 ആണ് അല്ലെ? സോ നമ്പർ ഓഫ് സ്റ്റാർട്ട് 3 ആണ്.
അപ്പൊ നമുക്കറിയാം അവിടെ 1.5 m ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തുന്നാൽ മതി, ഈ റിലേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളത് റിലേഷൻ എങ്ങനെയാണ്, ഈ എന്നിന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ലീഡും പിച്ച് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഈ നമ്പർ ഓഫ് സ്റ്റാർട്ട് എ സിംഗിൾ സ്റ്റാർട്ട് ഫോർ എ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്, വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ലീഡ് ആൻഡ് പിച്ച്? എങ്ങനെയായിരിക്കും? ഫോർ എ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ലീഡ് ആൻഡ് പിച്ച് എന്നുള്ള ചോദ്യം വന്നാൽ ഉത്തരം എന്തായിരിക്കും? ലീഡ് ഈസ് ഈക്വൽ ടു പിച്ച് അല്ലെ. ലീഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പിച്ചിന് ഈക്വൽ ആണ്. ഇത്രയും ഈ 2 പോയിന്റുകളാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇത് 2 ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ലീഡും പിച്ചും തമ്മിലുള്ള ത്രെഡുമായി ബന്ധപ്പെട്ട് ലീഡും പിച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അത് മൂവ് ചെയ്യുന്നതാണ്. അതായത് ഒരു mm/revolution എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു തവണ പൂർണ്ണമായിട്ടും നമ്മളുടെ ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നു അല്ലെ, ലീനിയർ ആയിട്ട് അത് അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ലീഡ്. പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസന്റ് ക്രസ്റ്റുകൾക്കിടയിലോ ട്രഫുകൾക്കിടയിലോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോറി. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ നമുക്ക് അത്യാവശ്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഇത്തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് റിഫ്രഷ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം നമുക്ക് 1.5 തന്നെയാണ്. മറ്റൊരു ചോദ്യം, ദ ഡയമീറ്റർ ഓഫ് ദ ത്രെഡ് അറ്റ് വിച്ച് ത്രെഡ് തിക്നെസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പിച്ച്. ത്രെഡ് തിക്നെസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പിച്ച്. ഇത്ര എന്താ വരിക? അതായത് ഈ പറഞ്ഞ ഇതില് പിച്ച് ഡയമീറ്റർ ആണ്. പിച്ച് ഡയമീറ്റർ ആണ് അല്ലെ. അതായത് നമ്മളുടെ ആ ഒരു സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയമീറ്റർ ഓഫ് ദ ത്രെഡ് അറ്റ് വിച്ച്, ഈ പറഞ്ഞ ഇതിൽ ഒരു ഡയമീറ്റർ ആണ്. ഏത് ഡയമീറ്റർ ആണെന്ന് അറിയത്തില്ല. ആ ഡയമീറ്ററിൽ എന്താ അതിന്റെ പ്രത്യേകത എന്താ? ത്രെഡ് തിക്നെസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് പിച്ച് അല്ലെ. ഈ പറഞ്ഞ പിച്ചിന്റെ വാല്യൂവിന്റെ പകുതിയായിട്ടായിരിക്കും അതിന്റെ തിക്നെസ് വരുന്നുണ്ടാവുക. സോ ഇവിടെ പി ആണെങ്കിൽ ഈ ഒരു പോർഷൻ p/2 ആയിരിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു പിച്ച് ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ പിച്ച് ഡയമീറ്റർ ഓഫ് എ ത്രെഡ് അറ്റ് വിച്ച് ദ ത്രെഡ് തിക്നെസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് അല്ലെങ്കിൽ 1/2 ഓഫ് പിച്ച് അല്ലെ. ഹാഫ് ഓഫ് പിച്ച് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ, പിച്ച് ഡയമീറ്റർ. മറ്റൊരു ചോദ്യം, what is the included angle of knuckle thread? Knuckle thread ആണല്ലോ നമ്മുടെ നക്കിൾ ത്രെഡ്. ഇങ്ങനെ സർക്കുലർ അല്ലെങ്കിൽ നമുക്ക് സെമി സർക്കുലർ പാറ്റേൺ ഇങ്ങനെ കിട്ടുന്നതാണ് നക്കിൾ ത്രെഡ്. ഫോം ഓഫ് നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ബേസിക്കലി. ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി അല്ലെ. ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഫൈൻ. വാട്ട് ഈസ് ദ ഫ്ലാങ്ക് ആംഗിൾ ഓഫ് സ്റ്റാൻഡേർഡ് ബട്ട്രസ് ത്രെഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈ ആക്സിയൽ ലോഡ്? ഹൈ ആക്സിയൽ ലോഡ്. വാട്ട് ഈസ് ദ ഫ്ലാങ്ക് ആംഗിൾ ഓഫ് എ സ്റ്റാൻഡേർഡ് ബട്ട്രസ് ത്രെഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈ ആക്സിയൽ ലോഡ്? 45 ആണോ? 45 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ബേസിക്കലി. അപ്പൊ ഇവിടെ ഉത്തരം വരിക 30 ഡിഗ്രി ആണ് ഉത്തരം വരുന്നുണ്ടാവുക. 30 ഡിഗ്രി. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ വാട്ട് ഈസ് എ ഫ്ലാങ്ക് ആംഗിൾ ഓഫ് എ സ്റ്റാൻഡേർഡ് ബട്ട്രസ് ത്രെഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈ ആക്സിയൽ ലോഡ്? നമ്മളിപ്പോ ഒരു ബട്ട്രസ് ത്രെഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ BIS അല്ലെങ്കിൽ എന്താണ് IS കോഡ് പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ബട്ട്രസ് ത്രെഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് പെർ IS കോഡ് അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി അല്ല, 30 ഡിഗ്രി ആണ്. അപ്പൊ അതെന്താണെന്ന് ഞാൻ പറയാം. നോക്കി, IS കോഡ് നോക്കി 4696. IS കോഡ് 4696 പ്രകാരം ദ ബേസിക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രപ്പീസോയിഡൽ ത്രെഡിന്റെ ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. എന്നാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. ട്രപ്പീസോയിഡൽ ത്രെഡ് 45 ഡിഗ്രി തന്നെയാണ്. പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം IS കോഡ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. IS കോഡ് 4696 പ്രകാരം നമ്മളുടെ ആ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ്. അപ്പൊ 30 ഡിഗ്രി ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്ന ത്രെഡ് ആണ് സോ ടൂത്ത് ത്രെഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് ബട്ടർ ത്രെഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിന്റ്
സ്റ്റാൻഡേർഡ് പ്രകാരം IS 4696 പ്രകാരം നിങ്ങളോട് ചോദിക്കുകയാണ് ഇങ്ങനെ IS 4696 പ്രകാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബട്രസ് ത്രെഡിന്റെ ആ ഒരു ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫ്ലാങ്ക് വിൽ മേക്ക് ആൻ ആംഗിൾ വിത്ത് 30 ഡിഗ്രി എന്നുള്ളത് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നമ്മളുടെ നിനി ടെക്സ്റ്റിൽ അങ്ങനെയല്ല പറയുന്നത്, 45 ഡിഗ്രി തന്നെയാണ്. IS 469 IS കോഡ് പ്രകാരം സ്റ്റാൻഡേർഡ് ബട്രസ് ത്രെഡിന്റെ ആ ഒരു ആംഗിൾ എത്രയാണെന്ന ചോദ്യം വന്നാൽ 30 ഡിഗ്രി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ 2 ഡിഗ്രി അവൈലബിൾ ആണ്. സോ 30 ഡിഗ്രി ബട്രസ് ത്രെഡ്. അപ്പോൾ ദേ ആർ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫറിംഗ് എക്സലന്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഇൻ വൺ ഡയറക്ഷൻ. ഇതിൽ ഒരു ഡയറക്ഷനിൽ എന്താണ് അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ 30 ഡിഗ്രി എന്നുള്ള ഓർത്തിരിക്കാം. സോ 30 ഡിഗ്രി ബട്രസ് ത്രെഡ് മോസ്റ്റ് കോമൺ ടൈപ്പ്, അതുപോലെ തന്നെ ഓഫറിംഗ് എക്സലന്റ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഇൻ വൺ ഡയറക്ഷൻ. 45 ഡിഗ്രി ബട്രസ് ത്രെഡ് ഉണ്ട്, ഓൾസോ യൂസ്ഡ് ഇൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻ, particularly heavy duty machinery and hydraulic systems. They may offer slightly different performance characteristics compared to 30 degree version. Okay, അപ്പൊ അത് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ബട്രസ് ത്രെഡ് നമ്മളെ നിമി ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും ബട്രസ് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്രസ് ത്രെഡ് ബേസിക്കലി നമ്മളുടെ ആ ഒരു ആംഗിൾ ദാറ്റ് ഈസ് ഫ്ലാങ്ക് ബേസിക്കലി നമ്മളുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലാങ്ക് ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ചരിഞ്ഞിട്ടുണ്ടാകും. സോ മേക്കിംഗ് ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ, കറസ്പോണ്ടിങ് ഡെപ്ത് ഈ പറയുന്ന രീതിയിൽ ദാറ്റ് ഈസ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ത്രെഡ് പെർ യൂണിറ്റ് ഇഞ്ച്, ഒരു ഇഞ്ചിൽ വരുന്ന നമ്പർ ഓഫ് ത്രെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ കറസ്പോണ്ടിങ് 0.7500 ഡിവൈഡ് ബൈ N. പിന്നെ പിച്ച് ലൈക്ക് ഫ്ലാറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ എന്താണ് ദാറ്റ് ഈസ് പിച്ച് ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ബട്രസ് ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് വൺ ഫ്ലാങ്ക് ഈസ് പെർപെൻഡിക്കുലർ ആൻഡ് അതർ ഫ്ലാങ്ക് ഈസ് 45 ഡിഗ്രി. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഒന്ന് 90 ഡിഗ്രി ആണ്, ഒന്ന് ബാക്കി വരുന്നതാണ് 45 ഡിഗ്രി വരുന്നുണ്ടാവുക. So these thread are used on parts where pressure act at one flank of thread during transmission. അതായത് ഈ പറഞ്ഞ ഇതിൽ എന്താണ് ഒരു ഫ്ലാങ്കിലേക്ക് മാത്രം പ്രഷർ, അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതെവിടെ യൂസ് ചെയ്യുന്നു, ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കാം. ദീസ് ത്രെഡ് ആർ യൂസ്ഡ് ഇൻ പവർ പ്രസ്, കാർപ്പൻട്രി വൈസ്, ഗൺ ബ്രീച്ച് മെക്കാനിസം, റാച്ചറ്റ്. ഓക്കെ, റാച്ചറ്റ്സില്, ഗൺ ബ്രീച്ചസില്, കാർപ്പൻട്രി വൈസില്, പവർ പ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് എടുത്തു ചോദിക്കുമ്പോൾ ബട്രസ് ത്രെഡ് ഉത്തരമായി വരുന്നുണ്ടാകും. അപ്പോൾ അതൊന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. ബട്രസ് ത്രെഡ് കഴിഞ്ഞിട്ടില്ല. ബട്രസ് ത്രെഡുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മോഡിഫൈഡ് ഫോം ഉണ്ട്, ഇത്തരത്തിൽ ചെറിയൊരു മോഡിഫിക്കേഷനോട് കൂടിയിട്ടുള്ളതുണ്ട്. സോ മോഡിഫൈഡ് ഫോം ഓഫ് ബട്രസ് ത്രെഡിനകത്ത് നോക്കി നമ്മൾ ആ ഒരു ആംഗിളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെറുതായിട്ടൊന്ന് ചരിക്കുന്നുണ്ട്. ഒരു 7 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, അവിടെ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നുണ്ടാകും. അപ്പൊ ബെയർ ചെയ്യുന്ന ഫ്ലാങ്ക്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന ഫ്ലാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ചരിവ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 7 ഡിഗ്രി ചരിവ് കൊടുക്കുന്നു. സോ മോഡിഫൈഡ് ഫോം ഓഫ് ബട്രസ് ത്രെഡ്, ദ ബെയറിംഗ് ഫ്ലാങ്ക് ഇൻക്ലൈൻഡ് ബൈ 7 ഡിഗ്രി. നിങ്ങളോട് ചോദിക്കുകയാണ് ബെയറിംഗ് ഫ്ലാങ്ക് എത്ര ഡിഗ്രി ചരിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 ഡിഗ്രി. ഓക്കെ, അപ്പോ ആൻഡ് അതർ ഫ്ലാങ്ക് ഹാസ് എ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ. അല്ലെ, പറഞ്ഞ രീതിയിൽ ഈ ഫ്ലാങ്ക് എന്ന് പറയുന്നത് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്. പിന്നീട് നമുക്ക് ബെയറിംഗ് ലൈക്ക് ലോഡ് വന്ന് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബെയർ ചെയ്യുന്ന ഒരു ഫ്ലാങ്ക് ഉണ്ടാവുമല്ലോ, ഈ ഫ്ലാങ്ക് ഏകദേശം നമ്മളുടെ സെൻട്രലിൽ നിന്നും 7 ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. ഒരു ഫ്ലാങ്ക് സെൻട്രലിൽ നിന്നും 45 ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് അവിടെ ആ ഒരു ആംഗിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് മനസ്സിലേക്ക് എത്തിയാൽ മതി. ഇത്തരത്തിൽ 45 ഡിഗ്രി ഉണ്ട്, മറ്റേത് 7 ഡിഗ്രി ഉണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന ഒരു പോയിന്റുകളാണ്. സോ മോഡിഫൈഡ് ഫോം ഓഫ് ബട്രസ് ത്രെഡ് ഫിഗർ 4 shows the various elements of buttress thread. The bearing flank is inclined by 7 degree as per BIS and other flank has 45 degree inclination ഓർത്തിരിക്കാം. അപ്പോൾ ബട്രസ് ത്രെഡിന്റെ ഒരു BIS പ്രകാരമുള്ളതാണ്. കഴിഞ്ഞില്ല, ബട്രസ് ത്രെഡിന്റെ മറ്റൊരു മോഡിഫൈഡ് ഫോം ആണ് സോ ടൂത്ത് ത്രെഡ്. സോ ടൂത്ത് ത്രെഡ്. ഓക്കെ, സോ ടൂത്ത് ത്രെഡ് as per BIS 4696. This is a modified form of buttress thread. In this thread the flank taking the load in inclined at an angle of 3 degree. നേരത്തെ 7 ഡിഗ്രി ആയിരുന്നിടത്ത് ആ ഒരു ഫ്ലാങ്ക്
ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എത്ര ഡിഗ്രി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സോ ടൂത്ത് ത്രെഡിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡിഗ്രി. സോ ടൂത്തിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡിഗ്രി. എന്നാൽ whereas the other flank is inclined at 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഇൻക്ലിനേഷൻ എന്താണ് 45 അല്ല, ഇവിടെ മാറി 30 ഡിഗ്രി ആയി. അപ്പൊ സോ ടൂത്ത് ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ലൈക്ക് ആ ഒരു ഫ്ലാങ്കിന്റെ ഇൻക്ലിനേഷൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 30 ഡിഗ്രി വന്നിട്ടുണ്ട് അല്ലെ. സോ ബേസിക് പ്രൊഫൈൽ ഓഫ് ദ ത്രെഡ് ഇല്ലുസ്ട്രേറ്റ് ദ ഫിനോമിന ലൈക്ക് എന്താണ് അതിന്റെ ഒരു ചിത്രം നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് ഇതേപോലെ തന്നെ ഇരിക്കും, പക്ഷെ ഈ ആംഗിൾ വ്യത്യാസം വരുന്നുണ്ടാകും. സോ ഇത് 30 ഡിഗ്രിയും ഇതെന്ന് പറയുന്നത് 3 ഡിഗ്രി ആയിരിക്കും. ഏകദേശം ഇതുപോലെ തന്നെയാണ് അതിന്റെ വാല്യൂ, അതിന് ചിത്രം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ സോ ടൂത്ത് ത്രെഡ്, ബട്ട്രസ് ത്രെഡ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരുള്ളൂ. ഈ പറഞ്ഞ സോ ടൂത്ത് ത്രെഡിന്റെ ആ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന ഫ്ലാങ്ക് എത്രത്തോളം ചരിഞ്ഞിരിക്കുന്നു, അത് 3 ഡിഗ്രി. ഓക്കെ, എന്നാൽ മറ്റൊരു ഫ്ലാങ്ക് എത്രയാണ് ഇൻക്ലൈൻ ചെയ്തത് 30 ഡിഗ്രി. ഓക്കെ, അതുപോലെ തന്നെ BIS പ്രകാരമുള്ള മോഡിഫൈഡ് ബട്ട്രസ് ത്രെഡിന്റെ ആ ഒരു ഫ്ലാങ്ക് എത്രത്തോളം ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 ഡിഗ്രി. ഓക്കെ, എന്നാൽ മറ്റ് ഓപ്പോസിറ്റ് ഫ്ലാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 45 ഡിഗ്രി. അപ്പൊ ആ രീതിയിലാണ് അവിടെ ആ ഒരു ആംഗിൾ വരുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കാം. ആപ്ലിക്കേഷൻ, ബട്ട്രസ് ത്രെഡിന്റെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നു? ഗൺ ബ്രീച്ച് മെക്കാനിസം, കാർപ്പൻട്രി വൈസസ്, പവർ പ്രസ്, റാച്ചറ്റ്, അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. വൺ ഡയറക്ഷനിലാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ലോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ത്രെഡാണ് നമ്മുടെ ബട്ട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. അതാണ് ബട്ട്രസ് ത്രെഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നോട്ടിൽ ഇല്ല എന്ന് പറയുന്നതാണ് വോം ത്രെഡ്. ഓക്കെ, വോം ത്രെഡ്, വോം ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ഞാൻ നേരത്തെ ചോദിച്ചത് 29 ഡിഗ്രി. വോം ത്രെഡിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നിങ്ങൾ ചോദിക്കുകയാണ്, സപ്പോസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ വോം ത്രെഡ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ത്രെഡിനകത്ത് വോം ത്രെഡ് അല്ലെങ്കിൽ വോം ഷാഫ്റ്റും വോം ത്രെഡും, അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ത്രെഡ് ആണ്. സിമിലർ ടു ആക്മി ത്രെഡ് ആണ്. ആക്മി ത്രെഡ് പോലെ തന്നെ ഇരിക്കും, ഏകദേശം ആക്മി ത്രെഡ് ആണ്, അല്ലെങ്കിൽ സിമിലർ ആണ്, ആക്മി ത്രെഡിനോട് സിമിലർ ആയിട്ടിരിക്കുന്ന ഒരു ത്രെഡ് ആണ് ഷേപ്പിലൊക്കെ. പക്ഷെ അതിനകത്ത് ഡെപ്ത് ഓഫ് ത്രെഡ് ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് ആക്മി ത്രെഡ് അല്ലെ. ഡെപ്ത് എന്ന് പറയുന്നത് ആക്മി ത്രെഡിനെ കാട്ടിൽ ആക്മി ത്രെഡിനെ കാട്ടിൽ കൂടുതലായിരുന്നു. ഓക്കെ, സോ ആക്മി ത്രെഡിന്റെ ഡെപ്ത് എത്രയായിരുന്നു? ഹാഫ് ഓഫ് പിച്ച് ആയിരുന്നു. മറ്റേ 0.37 ടൈംസ് പിച്ച് ആയിരുന്നു ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലും കൂടുതലാണ് ഇവിടെ ഡെപ്ത് എന്ന് വരുന്നുണ്ടാവും, കുറച്ചുകൂടെ ഡെപ്ത് കൂടുതലാണ്. ഓക്കെ, ഫൈൻ, അത് നോക്കിയാൽ മതി. This thread is cut on worm shaft which engages with the worm wheel. ഇത്തരത്തിൽ worm shaftൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തിലുള്ള ത്രെഡ് കട്ട് ചെയ്യുന്നുണ്ടാവും. worm shaftൽ ഇത്തരത്തിലുള്ള ത്രെഡ് കട്ട് ചെയ്യുന്നുണ്ടാകും. worm ഷാഫ്റ്റും worm വീലും തമ്മിലായിരിക്കും അവിടെ ആ ഒരു കണക്ഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം worm shaft അല്ലെങ്കിൽ worm wheel അല്ലെങ്കിൽ worm gear അല്ലെങ്കിൽ worm ഷാഫ്റ്റും worm വീലിന്റെ പ്രത്യേകത എന്താണ്? എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? worm shaft and worm wheel are used for heavy dash എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്പീഡ് റിഡക്ഷൻ, ഹെവി സ്പീഡ് റിഡക്ഷൻ, അതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പൊ എവിടെയാണ് ഈ worm ത്രെഡ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇത്തരത്തിലുള്ള ഹെവി സ്പീഡ് റിഡക്ഷൻ ഒക്കെ അല്ലെ, ഹെവി സ്പീഡ് റിഡക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് worm ഗിയർ അല്ലെങ്കിൽ worm ഷാഫ്റ്റ് അല്ലെങ്കിൽ worm ത്രെഡ് ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നോർത്തിരുന്നാൽ മതി. worm ത്രെഡ് എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഇൻക്ലൂഡഡ് ആംഗിൾ 29 ഡിഗ്രിയാണ്, സിമിലർ ടു ആക്മി ത്രെഡ് തന്നെയാണ്. ഇതൊക്കെ ജസ്റ്റ് സ്നിപ്പ് ചെയ്തിട്ടേക്കും സാധനമാണ്, നമ്മളുടെ എന്താണ് നിമി ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി, ഇതിന് മുകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. പിന്നീട് മനസ്സിലാക്കേണ്ട നക്കിൾ ത്രെഡ് ആണ്. നക്കിൾ ത്രെഡ്, ഇപ്പോ നെക്കിൾ ത്രെഡ് സംശയം വന്നു, അതൊരു ട്രപ്പീസോയിഡൽ ആണോ എന്നുള്ളത് സംശയം വന്നിരുന്നു. സോ ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണ് മോഡിഫൈഡ് ഫോം ഓഫ് ലൈക്ക് എന്താണ് സ്ക്വയർ ത്രെഡ് തന്നെയാണ്. സോ പക്ഷെ അത് എന്താണ് നോട്ട് ട്രപ്പീസോയിഡൽ. ഷേപ്പ് ഓഫ് നക്കിൾ ത്രെഡ് ഈസ് നോട്ട് ട്രപ്പീസോയിഡൽ. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ അല്ല, ബട്ട് ഇറ്റ് ഹാസ് റൗണ്ടഡ് ഷേപ്പ്. ഇറ്റ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. ലൈക്ക് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ റെയിൽവേ കാരേജ് കപ്ലിംഗ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റെയിൽവേ കാരേജ് കപ്ലിംഗിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി. വാൽവ് സ്പിൻഡിലുകളിൽ, റെയിൽവേ കാരേജ് കപ്ലിംഗിൽ, ഹോസ് കണക്ഷൻസിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ കാണാറുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള ത്രെഡുകൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ടാവുക. വാൽവ് സ്പിൻഡില്, അതുപോലെ തന്നെ റെയിൽവേ കാരേജ് കപ്ലിംഗ്,
ദെൻ ഹോസ് കണക്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് അഗൈൻസ്റ്റ് ഡാമേജ് ആസ് ഇറ്റ് ഈസ് റൗണ്ട്. അല്ലെ, ഇത്തരത്തിൽ എന്താണ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് അത്ര ഡാമേജിന് അത്ര സെൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ് അഗൈൻസ്റ്റ് ഡാമേജ് ആസ് ഇറ്റ് ഈസ് റൗണ്ടഡ്. അല്ലെ, ഇത് റൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഡാമേജ് ആവില്ല. കാര്യം ഷാർപ്പ് കോർണറുകളൊക്കെ വരുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ഡാമേജസ് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് മൊത്തത്തിൽ സർക്കുലാർ ഷേപ്പ് കർവേച്ചർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഈ പറയുന്ന എന്താണ് പറയാ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒക്കെ കുറവായിരിക്കും. ഈ പറയുന്ന ഷാർപ്പ് എഡ്ജസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നാശമാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള എന്താണ് ഡിസൈൻ കൺസിഡറേഷനകത്ത് അങ്ങനെയുള്ള സർഫസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള സാധ്യത ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഓർത്തിരിക്കാം. പിന്നീട് അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു ചോദ്യം നമ്മൾ കണ്ടു. ഇൻക്ലൂഡ് ആംഗിൾ 30 ഡിഗ്രി എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫൈൻ. സോ അതാണ് നെക്കിൾ ത്രെഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നീട് നമ്മൾ ടാപ്പിലേക്ക് വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാം. ഹാൻഡ് ടാപ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടായിരുന്നു? ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. അല്ലെ, ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. ഹൈ സ്പീഡ് സ്റ്റീലിനകത്ത് കൊബാൾട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇംപ്രൂവിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് എന്താണ്? സ്ട്രെങ്തിനാണോ സാർ? റീസെന്റ് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമല്ലേ ഇത്? ശ്രദ്ധിച്ചിരുന്നോ? HSS തന്നെ അല്ലായിരുന്നു ചോദ്യം വന്നത്, അതോ സ്റ്റീലിനെ ഉള്ളായിരുന്നു? ഓക്കെ, എനിവേ അത് ഉത്തരം നമുക്കറിയാം. ലൈക്ക് ഹോട്ട് ഹാർഡ്നെസ് അല്ലെങ്കിൽ റെഡ് ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെമ്പറേച്ചറിനെ ഇംപ്രൂവ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ കൊബാൾട്ട് നമ്മൾ ഇത്തരത്തിൽ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് നോക്കിയാൽ മതി, കൊബാൾട്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. ഇവിടെ ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. ഹൈ സ്പീഡ് സ്റ്റീല് നമ്മൾ പ്രധാനമായിട്ടും ഹാൻഡ് ടാപ്സുകൾക്ക് യൂസ് ചെയ്യുന്നു. ടാപ്പുകൾ ഇന്റേണൽ ത്രെഡുകൾക്ക് കട്ട് ചെയ്യാനാന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നീട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. പ്രധാനമായിട്ടും എത്ര സെറ്റ് അവൈലബിൾ ആണ്? നമുക്കറിയാം ഹാൻഡ് ടാപ്സിനകത്ത് എത്ര എണ്ണം ഉണ്ടാകും സ്റ്റാൻഡേർഡ് ഹാൻഡ് ടാപ്പുകളിൽ? 3 അല്ലെ, കറക്റ്റ് സംശയം ഒന്നും ഇല്ല, 3 എണ്ണമാണ് അല്ലെ. 3 ടാപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ്, സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ്, പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. അപ്പൊ ഇതിനകത്ത് കൺഫ്യൂഷൻ വന്നിട്ടുള്ള ഏരിയ തോന്നുന്നു എനിക്ക് തോന്നുന്നു ബ്ലൈൻഡ് ഹോളുകളിൽ ഏത് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ത്രൂ ഹോളുകളിൽ ഏത് യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു സംശയം വന്നതായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്കറിയാം ബ്ലൈൻഡ് എന്താണ് ഈ ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ? ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കമ്പോണന്റ് ഇരിക്കട്ടെ, നമ്മൾ ഇവിടം വരെ മാത്രമേ ഇവിടെ ഹോൾ ഡ്രിൽ ചെയ്തുള്ളൂ അല്ലെ, ഇവിടം വരെ മാത്രമേ ഹോൾ ഉള്ളൂ. അതാണ് നമ്മളുടെ ബ്ലൈൻഡ് ഹോൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ത്രൂ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പോണന്റിൽ ത്രൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹോളം അടിച്ചു അല്ലെ. ഇത്തരത്തിൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പുറം ഭാഗം കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ളതാണ് ത്രൂ ഹോൾ എന്ന് പറയുന്നത്. ത്രൂ ഹോൾ അല്ലെ, ത്രൂ ഹോൾ. സോ ഇത്തരത്തിൽ ബ്ലൈൻഡ് ഹോളുകളും ഉണ്ട്, അതുപോലെ തന്നെ ത്രൂ ഹോളുകളും ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ബ്ലൈൻഡ് ഹോളുകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് ഏതാണ്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ബോട്ടം? അതായത് ബ്ലൈൻഡ് ഹോളുകളിൽ നമുക്ക് ഒരു ടാപ്പ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ത്രെഡ് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുന്ന ഏതിനാണ്? ഏത് ടാപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് ബ്ലൈൻഡ് ഹോളുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? പ്ലഗ് അല്ലെ, പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. ശ്രദ്ധിക്കുക, പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഹാൻഡ് ടാപ്പ് ശ്രദ്ധിക്കുക, ഹാൻഡ് ടാപ്പിലാണ് ഈ പറയുന്ന രീതിയിൽ ഫസ്റ്റ് സെക്കൻഡ് ബോട്ടമിംഗ് ടാപ്പ് വരുന്നുണ്ടാവുക. പിന്നീട് വന്നൊരു ഡൗട്ട്, സ്പൈറൽ അല്ലേ? ഇതിലൊരു സ്പൈറലും വന്നിട്ടുണ്ടായിരുന്നു. പ്ലഗും ബോട്ടം ടാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതും. പ്ലഗും ബോട്ടം ടാപ്പ് രണ്ടും ഒന്നല്ലേ? പറഞ്ഞോളൂ. ഒന്നാണെന്നായിരുന്നു സാറേ നോട്ട് തന്നിട്ടുള്ളൂ. ഒന്ന് തന്നെയാണല്ലോ, പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് ഒന്നല്ലേ? ചില കണ്ടീഷനില് രണ്ട് ഓപ്ഷൻ വന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്ലഗ് ടാപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബോട്ടമിംഗ് ടാപ്പ്.
ആ ഓപ്ഷൻ ചിലപ്പം നമ്മൾ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഉത്തരം 2 ഓപ്ഷനായിട്ട് പ്ലഗ് ടാപ്പും ബോട്ടമിംഗ് ടാപ്പും തരുന്നുണ്ടാവും. അത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ മൂന്നാമത്തെ ആയിരിക്കും ചിലപ്പോൾ ഉത്തരം വരുന്നുണ്ടാവുക. അങ്ങനെയല്ലേ വരിക? അതല്ല സാറേ, ടെസ്റ്റിനകത്ത് പ്ലഗ് ടാപ്പും ഓപ്ഷൻ കൊടുത്ത് ബോട്ടമിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അതായിരിക്കും. അതിനകത്ത് ഉത്തരം ബോട്ടമിങ്ങോ പ്ലഗോ വന്നോ? ഉത്തരം ബോട്ടമിങ്ങോ പ്ലഗോ? അതൊന്നും കൊടുത്തിട്ടുള്ളായിരുന്നു, പക്ഷെ ഓപ്ഷൻ എ ഓർ ബി രണ്ടും വരേണ്ടതായിരുന്നു. ഓ അങ്ങനെ സംശയം, അങ്ങനെ സംശയം. അതെ, ഓപ്ഷൻ എ ബി വരണ്ടായിരിക്കും. അതായിരിക്കും. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ബോട്ടമിംഗ് ടാപ്പാണ് ആക്ച്വലി ഇവർക്ക് ഇതിൽ വന്നത്, മീൻസ് ഇതായിട്ട് വന്നത്. ഓക്കെ ഓക്കെ. ആൻസർ ആയിട്ട് അത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വന്നത് അതായിരുന്നു. അങ്ങനെയായിരുന്നു ഡൗട്ട്. ആണോ? ശരിയാ. ശരിക്കും അത് നമുക്ക് പ്ലഗ് ടാപ്പ് തന്നെയാണ്. നമ്മൾ പ്ലഗ് ടാപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബോട്ടമിംഗ് ടാപ്പ്. രണ്ടും ഒന്ന് തന്നെയാണ് സംഗതി. ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ്, സെക്കൻഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ്, പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. അങ്ങനെ 3 ടാപ്പുകളാണ്. 3 ടാപ്പുകൾ ഇൻ ദ സെൻസ് ഹാൻഡ് ടാപ്പുകളിൽ. ശ്രദ്ധിക്കുക, ഹാൻഡ് ടാപ്പ്. ഹാൻഡ് ടാപ്പിലാണ് ഈ പറയുന്ന 3 ടാപ്പുകൾ വരുന്നുണ്ടാവുക. സോ മെഷീൻ ടാപ്പിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൺ ടാപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും 2 ആപ്ലിക്കേഷൻ, ലൈക്ക് മെഷീൻ ടാപ്പ് ഉണ്ട്, ഹാൻഡ് ടാപ്സ് ഉണ്ട്. മെഷീൻ ടാപ്പിലാണ് നമ്മൾ ഗൺ ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ ടാപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സോ അതും നമുക്ക് ഇത്തരത്തിൽ എന്താണ് ഈ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ത്രൂ ഹോള്, ബ്ലൈൻഡ് ഹോള് കണ്ടീഷൻ അനുസരിച്ച് അവിടെയും വ്യത്യാസം വരുന്നുണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേപ്പർനെസ്സും കറസ്പോണ്ടിങ് ടീത്തുകളുടെ ഒക്കെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു ബ്ലൈൻഡ് ഹോളിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ത്രെഡ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ബ്ലൈൻഡ് ഹോള്. ഓക്കെ. ആ പറഞ്ഞോളൂ സാറേ. ഈ ഫ്ലൂട്ട്, സ്റ്റബ് ഫ്ലൂട്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഫ്ലൂട്ട്ലെസ് ടാപ്പ്, അതൊക്കെ അതും ഈ ടാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ മെഷീൻ ടാപ്പിന്റെ ടൈപ്സ് ഓഫ് ടാപ്പാണ് അത് ബേസിക്കലി. 2 ടാപ്പുകൾ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഹാൻഡ് ടാപ്സും ഉണ്ട്, മെഷീൻ ടാപ്സും ഉണ്ട്. ഹാൻഡ് ടാപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റെഞ്ച്, മീൻസ് ടാപ്പ് റെഞ്ച് വെച്ചിട്ട് നമ്മൾ മാനുവലി ചെയ്യുന്ന ടാപ്പുകളാണ് ഹാൻഡ് ടാപ്സ് എന്ന് പറയുന്നുണ്ടാവുക. സോ അതിനകത്താണ് 3 സെറ്റ് വരുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, പ്ലഗ്. ഓക്കെ. എന്നാൽ മറ്റൊന്ന് പറയുന്നത് മെഷീൻ ടാപ്പുകളാണ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡയറക്റ്റ് നമ്മളത് ലൈക്ക് എന്താണ് അത് മെഷീൻ ചെയ്ത് മാറുന്നുണ്ടാകും. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ടൈപ്സ് ഓഫ് ടാപ്പിനകത്താണ് എന്താണ് ഈ പറയുന്ന സ്പൈറൽ അല്ലെങ്കിൽ ഫോമിംഗ് ടാപ്പുകൾ ഉണ്ട്, സ്റ്റബ് ടൈപ്പ് ഉണ്ട്, അതുപോലെ എന്താണ് ഗൺ ടാപ്പുകൾ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്ലെയിൻ ടാപ്പുകൾ ഉണ്ട്, അങ്ങനെയുള്ള ടാപ്പുകളൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, അതിന്റെ ഡിഫറൻസിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറയുന്ന എന്താണ് നമ്മളുടെ ആ ഒരു യൂസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടീത്തുകളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇപ്പൊ ഒരു ബ്ലൈൻഡ് ഹോളിനകത്ത് നമ്മൾ സപ്പോസ് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചെന്നിരിക്കട്ടെ. അപ്പൊ പ്രോപ്പറായിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യോ? ഇല്ല. ഇവിടെ കുറച്ച് ത്രെഡ് മാത്രം കട്ട് ചെയ്യും, ബാക്കി ഭാഗം ത്രെഡ് കട്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ ഈ പറയുന്ന ബ്ലൈൻഡ് ഹോളുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ബ്ലൈൻഡ് ഹോളിൽ യൂസ് ചെയ്യാൻ കഴിയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഇത്തരത്തിലുള്ള പ്ലഗ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക. അപ്പൊ 3 ടാപ്പുകൾ, 3 സെറ്റ് അല്ലെങ്കിൽ 3 ടാപ്പുകളാണ് ആ ഒരു സെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നമുക്ക് അതിന്റെ ആംഗിൾ നോക്കി ഇത്തരത്തിലുള്ള ടേപ്പർ ആംഗിൾ ലൈക്ക് 4 ഡിഗ്രി, 10 ഡിഗ്രി, 20 ഡിഗ്രി. 20 ഡിഗ്രി എന്ന് പറയുന്നത് ഓർത്തിരിക്കണം, ബോട്ടമിംഗ് ടാപ്പ് ആണ്. 10 ഡിഗ്രി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, ഫസ്റ്റ് എന്ന് പറയുന്നത് 4 ഡിഗ്രിയാണ്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള റിങ്ങുകൾ 1, 2, 3 റിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാകും. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട, ബേസിക് ആയിട്ട് ഹാൻഡ് ടാപ്സിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ ത്രെഡ് വൈൽ ടാപ്പിംഗ്? ഈ പറഞ്ഞ ത്രെഡ് അല്ലെങ്കിൽ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ യൂസ് ചെയ്യേണ്ട ഏതാ? ടാപ്പർ ടാപ്പ്. അപ്പൊ ഇവിടെ നോക്കിയ ബോട്ടമിംഗ് ടാപ്പും പ്ലഗ് ടാപ്പും 2 ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ ഇത്തരത്തിൽ. അപ്പൊ ഉത്തരം എന്താ വരും? നമുക്ക് ടേപ്പർ ടാപ്പ് ആണ് അല്ലെ. സോ ഫസ്റ്റ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പ് വെച്ച് നമ്മൾ തുടങ്ങും. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് ടാപ്പ് നമ്മൾ യൂസ് ചെയ്യാൻ ശേഷം പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് വെച്ച് അത് ഫൈനൽ ഫിനിഷിലേക്ക് എത്തിക്കും. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് എ കോമൺ ലിമിറ്റേഷൻ ഓഫ് ടേപ്പർ ടാപ്പ്? ടേപ്പർ ടാപ്പിന്റെ ഒരു ലിമിറ്റേഷൻ എന്താണ്? ടേപ്പർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടാപ്പിന്റെ ലിമിറ്റേഷൻ എന്താ? ബ്ലൈൻഡ് ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. യെസ്. കനോട്ട് ക്രിയേറ്റ് ത്രെഡ് ഇൻ ബ്ലൈൻഡ് ഹോൾ അല്ലെ. ഇത്തരത്തിൽ ബ്ലൈൻഡ് ഹോളുകളിൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു പോരായ്മ അല്ലെ. ഇത്തരത്തിൽ കനോട്ട് ക്രിയേറ്റ് ത്രെഡ് ഇൻ ബ്ലൈൻഡ് ഹോൾസ്.
പിന്നീട് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടേപ്പർ ടാപ്പുമായി ബന്ധപ്പെട്ട് ഓക്കെ ടേപ്പർ അപ് ടു 8 to 10 ത്രെഡ് അല്ലെ, 8 മുതൽ 10 ത്രെഡ് വരെ നമുക്ക് ടേപ്പർനെസ് കാണാൻ സാധിക്കും. ഓക്കെ, അത് 1 നമ്പർ ലൈക്ക് നമ്പർ 1 എന്നോ ഒന്നുകിൽ നമ്പർ 1 എന്ന് അവിടെ മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു റിംഗ് കൂടെ കാണും. ഓക്കെ, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ലൈക്ക് പോസിബിൾ ടു ഫോം ഫുൾ ത്രെഡ് ബൈ ടേപ്പർ ടാപ്പ് ത്രൂ ഹോൾസ് ദാറ്റ് ആർ നോട്ട് ഡീപ്പ് അല്ലെ, ഇത്തരത്തിൽ എന്താണ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോം ഫുൾ ത്രെഡ് ബൈ ടേപ്പർ ടാപ്പ് ഇൻ ത്രൂ ഹോൾസ് അല്ലെ, ത്രൂ ഹോളുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ത്രൂ ഹോളുകളിൽ പറ്റും, പക്ഷെ ബ്ലൈൻഡ് ഹോളുകളിൽ കഴിയില്ല. ത്രൂ ഹോളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സപ്പോസ് ഹോൾ ആണെങ്കിൽ നമുക്ക് ഇവനെ ഇറക്കി ഇത്രയും പോർഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് കിട്ടും. ഓക്കെ, എന്നാൽ അത്ര വലിയ എന്നാൽ ഡീപ് ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് സപ്പോസ് ഇത്തരത്തിലുള്ള ഒരു ത്രൂ ഹോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡെപ്തിൽ നമുക്ക് കിട്ടില്ല, കാര്യം അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ വളരെ ഡീപ്പ് അല്ലാത്ത ചെറിയ ചെറിയ ഹോളുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോസിബിൾ ആണെന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോം ഫുൾ ത്രെഡ് ബൈ ടേപ്പർ ടാപ്പ് ഇൻ ത്രൂ ഹോൾസ് ദാറ്റ് ആർ നോട്ട് ഡീപ്പ്. ഓക്കെ, സ്റ്റാർട്ടിങ് യൂസ് ഓർത്തിരിക്കാം. പിന്നീട് നോക്കി വാട്ട് ഈസ് ദ ടേപ്പർ ആംഗിൾ ഓഫ് കോമൺലി യൂസ്ഡ് ഇന്റർമീഡിയറ്റ് സെക്കൻഡ് ടാപ്പിന്റെ കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ആംഗിൾ എത്രയാ? 10. 4, 10, 20. 4, 10, 20 ആകുമ്പോൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ നടുക്കുള്ള ആളാണ്, അപ്പൊ സംശയമൊന്നും വേണ്ട. അപ്പൊ 4, 10, 20 ആണ്. സോ 4 നമ്മളുടെ തുടക്കത്തിലുള്ളത്. സോറി, 4 എന്ന് പറയുന്നത് തുടക്കത്തിലുള്ളത്, പിന്നീട് 10, പിന്നീട് 20 അല്ലെ. സോ അങ്ങനെയാണ് ആ ആംഗിൾ വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ 10 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, സാറേ ഈ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം തന്ന മൊഡ്യൂൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? മൊഡ്യൂൾ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് അതിനകത്താണ് ഈ വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ത്രെഡ്സ് ഇൻ ത്രൂ ഹോൾ എന്ന് കൊടുത്തിട്ട് അതിനകത്ത് ടേപ്പർ ടാപ്പും പ്ലഗ് ടാപ്പ് ബോട്ടമിംഗ് ടാപ്പ് ഉണ്ട്, പക്ഷെ ആൻസർ സ്പൈറൽ പോയിന്റ് ടാപ്പ്. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വരാം. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞായിരുന്നേ. അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് സ്പൈറലിലേക്ക് വരാം. അത് സ്പൈറൽ എന്ന് പറയുന്നത് മെഷീൻ ടു അത് ടാപ്പുമായി ബന്ധപ്പെട്ടാണ്, അതിലേക്കും വരാം, സ്പൈറലിലേക്ക് വരാം. അപ്പൊ അത് ക്ലിയർ ആവേ. അപ്പൊ ഇവിടെ എന്താണ് ഓക്കെ ഫൈൻ. ഇന്റർമീഡിയറ്റ് ടാപ്പിലാണ് ഇത്തരത്തിൽ 10 ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. നമ്പർ ഓഫ് ലൈക്ക് 2 റിംഗ്സ് അല്ലെങ്കിൽ നമ്പർ 2 റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാകും. 3 to 5 ത്രെഡുകളായിരിക്കും അവിടെ ടേപ്പറിലത്ത് ഉണ്ടാവുക, സെക്കൻഡ് ടാപ്പ് എന്നറിയപ്പെടുന്നു. അപ്പോൾ മറ്റൊരു ചോദ്യം എന്താണ്, വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ ത്രെഡ് ഇൻ എ ബ്ലൈൻഡ് ഹോൾ ടു ദ കറക്റ്റ് ഡെപ്ത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് is used to finish the thread of a blind hole? Plug. Blind hole plug tab. അല്ലെ, ഏതായിരിക്കും? ഇവിടെ ടേപ്പർ ടാപ്പ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ടാപ്പ് ഉണ്ട്, പ്ലഗ് ടാപ്പ് ഉണ്ട്, സെക്കൻഡ് ടാപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ ത്രെഡ് ഓഫ് എ ബ്ലൈൻഡ് ഹോൾ ടു കറക്റ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ പ്ലഗ് ടാപ്പ് അല്ലെ, പ്ലഗ് ടാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. സോ പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ ത്രെഡ് ഓഫ് എ ബ്ലൈൻഡ് ഹോൾ ടു ദ കറക്റ്റ് ഡെപ്ത്. അതായത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് ആ ഒരു ബ്ലൈൻഡ് ഹോൾ ആണെങ്കിൽ ഓക്കെ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ത്രെഡ് നമുക്ക് കിട്ടാൻ സഹായിക്കുന്നത് ബോട്ടമിംഗ് ടാപ്പ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പിന്റെ യൂസ് ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ അത് ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? ടേപ്പർ പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ഓക്കെ ആണ് സാറേ, ഇതിനകത്തൊന്നും നമുക്ക് വലിയ ഡൗട്ട് ഇല്ല. എനിക്ക് ആ മോഡൽ ടെസ്റ്റ് സ്പൈറലിലേക്ക് അത് ഞാൻ പറയാം. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് അല്ല, പല ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആണോ? ഓക്കെ. അത് കുഴപ്പമില്ല, ഈ പറഞ്ഞ രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ഓപ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് പ്ലഗും നമുക്ക് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയും. ഈ പറഞ്ഞ പ്ലഗ് ആണോ അല്ലെങ്കിൽ ബോട്ടമിങ്ങും പ്ലഗും ഒന്ന് തന്നെയാണോ, ടേപ്പറും പ്ലഗും എങ്ങനെയാണോ, അങ്ങനെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ കഴിയുമെങ്കിൽ ആ ഒരു ക്വസ്റ്റിന്റെ അപ്പുറത്ത് ഈ പറഞ്ഞ ടാപ്പിന്റെ അവിടെ തന്നെ എന്ത് എഴുതാത്തത് ബോട്ടമിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്ലഗ്. അപ്പൊ പ്ലഗ് അതങ്ങനെ എഴുതി നോക്കുക കേട്ടോ. അപ്പൊ അത് നോക്കുക.
എന്താണ് പിന്നീട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാട്ട് ഈസ് എ റേക്ക് ആംഗിൾ ഓഫ് കട്ടിംഗ് ടീത്ത് ഇൻ എ ഹാർഡ് ടൈപ്പ് മെഷീൻ ടൈപ്പ്. ഹാർഡ് സോഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. 3 degree. ഏതായിരിക്കും? 3 degree. ഹാർഡ് ആണെന്നുണ്ടെങ്കിൽ 3 ഡിഗ്രി, സംശയം വേണ്ട. ഹാർഡ് ആണെങ്കിൽ 3 ഡിഗ്രി. അതുപോലെ തന്നെ ഹാർഡ് ടൈപ്പ് ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ ടാപ്പിംഗ് അലൂമിനിയം, കാസ്റ്റ് അയൺ, കോപ്പർ, മൈൽഡ് സ്റ്റീൽ. യെസ്, കാസ്റ്റ് അയൺ ആണ് ഉത്തരമായിട്ട് വരിക. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, റേക്ക് ആംഗിൾ. അക്കോർഡിംഗ് ടു റേക്ക് ആംഗിൾ മെഷീൻ ടാപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളും കറസ്പോണ്ടിങ് പ്ലസ് 1 അല്ലെ 4 പോയിന്റുകളാണുള്ളത്. പ്രധാനമായിട്ടും ടൈപ്പ് നോർമൽ, സോഫ്റ്റ്, ഹാർഡ്. ഓക്കെ, അപ്പൊ മെഷീൻ ടാപ്സ് അക്കോർഡിംഗ് ടു നിങ്ങൾ ചോദിക്കുകയാണ്, അക്കോർഡിംഗ് ടു റേക്ക് ആംഗിൾ അല്ലെ, വൈ കൺസിഡറിംഗ് ദ റേക്ക് ആംഗിൾ മെഷീൻ ടാപ്സ് ആർ ക്ലാസിഫൈഡ് ആസ് എന്താണ് ടൈപ്പ് നോർമൽ, ടൈപ്പ് മീഡിയം, ടൈപ്പ് സോഫ്റ്റ്, ടൈപ്പ് ഹാർഡ്. അപ്പൊ അവിടെ നമുക്കറിയാം മീഡിയം എന്ന് പറഞ്ഞ സംഗതി ഇല്ല ഇവിടെ. ടൈപ്പ് നോർമൽ, സോഫ്റ്റ്, ഹാർഡ്. ഓക്കെ, സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പരീക്ഷാവളി ഇരിക്കുമ്പോൾ തോന്നും നോർമൽ ആയിരുന്നോ മീഡിയം ആയിരുന്നോ എന്നൊക്കെ സംശയം വരും ചിലപ്പോൾ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടൈപ്പ് നോർമൽ ആണ്, ടൈപ്പ് മീഡിയം അല്ല. സോഫ്റ്റ്, ഹാർഡ് ഓക്കെയാണ്, നമുക്ക് ഓർമ്മ വരും. ടൈപ്പ് നോർമൽ എന്നുള്ളത് ഓർമ്മ വരത്തില്ല ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നമ്മൾ മീഡിയം എന്നുള്ളതായിരിക്കും. അപ്പൊ ടൈപ്പ് മീഡിയം സോഫ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് മീഡിയം ഹാർഡ് ആണെന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ടൈപ്പ് നോർമൽ, ടൈപ്പ് സോഫ്റ്റ്, ടൈപ്പ് ഹാർഡ്. നോർമൽ എന്ന് പറയുന്നത് റേക്ക് ആംഗിൾ ഈസ് അപ്രോക്സിമേറ്റ്ലി 12 ഡിഗ്രി, സോഫ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 20 ഡിഗ്രി, ഹാർഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3 ഡിഗ്രി. പിന്നീട് ഹാർഡ് ടൈപ്പ് യൂസ് ചെയ്യുന്ന ടാപ്പിംഗ് ബ്രിട്ടിൽ മെറ്റീരിയൽ ലൈക്ക് കാസ്റ്റ് അയൺ. ഓക്കെ, ബ്രിട്ടിൽ മെറ്റീരിയൽ ലൈക്ക് കാസ്റ്റ് അയൺ. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഗാമ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന റേക്ക് ആംഗിൾ. ഓക്കെ, അതായത് ഈ പറഞ്ഞ രീതിയിൽ 3 ഡിഗ്രി, പിന്നീട് 12 ഡിഗ്രി, പിന്നീട് 20 ഡിഗ്രി, അങ്ങനെ 3 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫൈൻ. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ ചോദ്യം, ഇത്തരത്തിൽ ത്രൂ ഹോളുകൾക്ക് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ മെഷീൻ ടാപ്പിംഗ്, ലൈക്ക് നമ്മൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള സ്പൈറൽ പോയിന്റഡ് അല്ലെങ്കിൽ ഗൺ ടാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ ത്രൂ ഹോളുകൾ യൂസ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു അത്? അല്ല സാറേ, വായിക്കണോ? ഒന്ന് വായിച്ചോളൂ. ഒരു സെക്കൻഡ് സാർ. എന്റെ അടുത്തുണ്ടോ? ഞാൻ നോക്കാം. എനിക്കൊന്ന് വായിച്ചു. സാർ, ഏത് ടാപ്പാണ് അതായത് ഇതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. Which type of tap is used for cutting thread in through hole? അങ്ങനെ ജനറൽ ചോദ്യമല്ലേ? അല്ല, ബ്ലൈൻഡ് ഹോളുകളിൽ നിന്നുള്ളതാണ്. അല്ല, which type of tap is used for cutting thread in through hole? അങ്ങനെ ചോദ്യമല്ലേ വന്നേ. അപ്പൊ അതിന്റെ ഉത്തരം ലൈക്ക് സ്പൈറൽ പോയിന്റ് ടാപ്പ് ആണ് നമുക്ക് ഉത്തരമായിട്ട് വന്നത്. പക്ഷെ അതിനകത്ത് ഓപ്ഷൻ ടേപ്പർ ടാപ്പ്, പ്ലഗ് ടാപ്പ്, ബോട്ടമിംഗ് ടാപ്പ്, സ്പൈറലും ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു ക്ലാരിറ്റി ഇല്ലാത്തത് ചിലപ്പോൾ അത് മെഷീൻ ടാപ്പ് എന്ന് എടുത്ത് പറയുന്നുണ്ടാവും. അപ്പൊ ക്വസ്റ്റിനകത്ത് ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവുള്ളത് അതാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ ഗൺ ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ പോയിന്റ് ടാപ്പ് എന്ന് പറയുന്നത് ഒരു മെഷീൻ ടാപ്പാണ്. ഹാൻഡ് ടാപ്പ് അല്ല, മെഷീൻ ടാപ്പാണ്. അപ്പൊ അത് ഇത്തരത്തിൽ എസ്പെഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ത്രൂ ഹോളുകൾക്കാണ് എസ്പെഷ്യലി അത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊരു ക്വസ്റ്റിനകത്തൊരു ക്ലാരിറ്റി കുറവ് വരുന്നത്, ഒന്ന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഈ പറയുന്ന ത്രൂ ഹോളുകൾക്ക് ഗൺ ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ പോയിന്റ് ടാപ്പുകളാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ക്ലാരിറ്റി കുറവ്, അതിനകത്ത് ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ അത് ഒന്നെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണമായിരുന്നു, ഇത്തരത്തിൽ നമുക്ക് ത്രൂ ഹോളുകൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന മെഷീൻ ടാപ്പ് ഏതാണ്, അല്ലെങ്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരവും സ്പൈറൽ പോയിന്റ് അല്ലെങ്കിൽ ഗൺ ടാപ്പ് തന്നെയായിരിക്കും. കാര്യം അത് എസ്പെഷ്യലി അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ടാപ്പുകളാണ്. ഓക്കെ, അപ്പൊ അത് ഗൺ ടാപ്സ് തന്നെയാണ് സ്പൈറൽ പോയിന്റ് ടാപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെഷീൻ ടാപ്പ് ആണ്. അപ്പൊ അതാണ് നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയിട്ട് വന്നത്. അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഗൺ ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ പോയിന്റുമായി ബന്ധപ്പെട്ട്. പിന്നീട് നമുക്ക് സ്റ്റബ്, ഞാൻ ആഡ് ചെയ്തു സംശയമുണ്ട്.
ടൈപ്സ് സാറേ ഓഫ് ഡീപ്പ് ഹോൾ എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ത്രെഡ്സ് ഡീപ്പ് ഹോൾസ്? അതും ഉം. ഓപ്ഷനിൽ ടാപ്പർ, സ്പൈറൽ പോയിന്റ്, പ്ലഗ്, ബോട്ടമിങ് അങ്ങനെയാ കൊടുത്തത്. ഓക്കെ ഓക്കെ. അപ്പൊ ഡീപ്പ് ഹോൾസും ത്രൂ ലൈക്ക് ഡീപ്പ് ത്രൂ ഹോൾസുകളാണ്. അപ്പൊ അതും എന്താണ് ഇത്തരത്തിൽ സ്പൈറൽ തന്നെയാണ് ഉത്തരം വന്നേ. അല്ല, അതിനകത്ത് ബോട്ടമിങ് ടാപ്പാണ് ആൻസർ കൊടുത്തേക്കുന്നത്. ബോട്ടമിങ് ടാപ്പോ? ബോട്ടമിങ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പ്. ചോദ്യം എന്തായിരുന്നു നിർവഹിച്ച്? വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ത്രെഡ്സ് ഇൻ ഡീപ്പ് ഹോൾസ്? ഡീപ്പ് ഹോൾസ്. ഡീപ്പ് ഹോൾസ്. അതെ, അങ്ങനെയാണ്. അതായത് നമ്മുടെ ഈ മോഡൽ കൊടുത്തേക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ അതെനിക്ക് ഉത്തരം ബോട്ടമിങ് ടാപ്പ് ഒരിക്കലും വരത്തില്ലല്ലോ, മറ്റേ തന്നെയല്ലേ വരുന്നത് ഡീപ്പ് ഹോൾ എന്ന് പറയുമ്പോൾ. ഡീപ്പ് ഹോൾ എന്ന് പറയുമ്പോൾ അത് അവരെന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം പ്ലഗും ബോട്ടമിങ്ങും ഒന്നാണെന്ന് സാർ ഓൾറെഡി പറയുകയും ചെയ്തല്ലോ. അതെ 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 അതെ. ഓപ്ഷൻ ഏതൊക്കെയായിരുന്നു? ടാപ്പർ ടാപ്പ്, പ്ലഗ് ടാപ്പ്, സ്പൈറൽ പോയിന്റ്, ബോട്ടമിങ് ടാപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് മിസ്റ്റേക്ക്, അത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണല്ലേ സാർ? കാര്യം അത് രണ്ട് ഓപ്ഷനിൽ വന്ന സ്ഥിതിക്ക് ബോട്ടമിങ് എന്തായാലും വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോട്ടമിങ് പ്ലഗ് വന്ന് തന്നെയാണല്ലോ, അത് സംശയമൊന്നും വേണ്ട. അപ്പൊ ഡീപ്പ് ഹോൾ എന്ന് സാറിന് ഈ സ്പൈറൽ പറയാൻ പറ്റുമോ? സ്പൈറൽ തന്നെ കൊടുക്കാം, സ്പൈറൽ തന്നെ കൊടുക്കാം. ത്രൂ ഹോൾ. പിന്നെ ഒരു ഡൗട്ട് ചോദിച്ച പോർഷൻസ് ഏത് മെറ്റീരിയലുകളും ഇത് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളത് ചോദിച്ചായിരുന്നു. കൺഫ്യൂഷൻ ആയിരുന്നു. സോഫ്റ്റ് മെറ്റീരിയൽസിന് ഉള്ള ഒരു ഡൗട്ട്. സോഫ്റ്റ് മെറ്റീരിയൽസിനോ? അതെ, സോഫ്റ്റ് മെറ്റീരിയൽസ് ടാപ്പ് ചെയ്യാൻ വേണ്ടി അലൂമിനിയം, ബ്രാസ് ഒക്കെ ചെയ്യാനായിട്ട് ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്സ് ആണ്, അല്ലെ സ്പൈറൽ ഫ്ലൂട്ടഡ് ടാപ്സ്. പക്ഷെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് മെറ്റീരിയൽ അല്ലെ തിൻ മെറ്റൽസ് ചെയ്യാൻ വേണ്ടി ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിന്റ് ടാപ്പ് അല്ലെ സ്റ്റഫ് ഫ്ലൂട്ട് ടാപ്പും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നോട്ടില്ല. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ആക്യുറേറ്റ് ആൻസർ വരുന്നത്? ഓക്കെ ഓക്കെ. അത് ഓപ്ഷൻ നോക്കുക. ഓപ്ഷനകത്ത് നമ്മൾക്ക് ഈ പറഞ്ഞ സ്റ്റബ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് തിന്നായിട്ടുള്ള മെറ്റീരിയൽ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്റ്റബ് എന്ന് പറയുന്നുണ്ടാവുക ഒരു ചെറിയ പോർഷൻ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തുണ്ടാവുള്ളൂ, ഈ പറഞ്ഞ ഹെലിക്സ് ഉണ്ടാവുള്ളൂ, ലൈക്ക് ഫ്ലൂട്ട് ഉണ്ടാവുള്ളൂ. അതാണ് സ്റ്റബ് ഫ്ലൂട്ടഡ് എന്ന് പറയുന്നത്. സ്റ്റബ് ഫ്ലൂട്ടഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലൂട്ട് ഇല്ല എന്നുള്ള, സ്റ്റബ്ലെസ് ലൈക്ക് എന്താ സ്റ്റബ്ലെസ് എന്നല്ലേ എങ്ങനെയാണ് പറഞ്ഞത്? ഓപ്ഷൻ എങ്ങനെയായിരുന്നു? ഏത് ടാപ്പാണ് സോഫ്റ്റ് മെറ്റീരിയൽസ് ടാപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ആൻസർ കൊടുത്തേക്കുന്നത് ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ ഫ്ലൂട്ടഡ് ടാപ്പാണ് ആൻസർ കൊടുത്തത്. പക്ഷെ സാറ് പഠിപ്പിച്ച ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിന്റ് ടാപ്പ് സാറാണോ അല്ല, അതിന് മുമ്പുള്ള ആദ്യത്തെ ടാപ്പ് ആൻഡ് ഡൈയുടെ നോട്ടിൽ പറയുന്നുണ്ട് ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിന്റ് ടാപ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടാപ്പിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ് എന്ന്. ഇതിൽ രണ്ട് ഓപ്ഷൻസും ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിന്റ് ടാപ്പും ഉണ്ട്, ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെലിക്കൽ ഫ്ലൂട്ടഡ് ടാപ്പ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം ഹോൾസ് ഇൻ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ലൈക്ക് അലൂമിനിയം, ബ്രാസ്. അതും സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണല്ലോ അല്ലേ? അതെ അതെ, അതും സോഫ്റ്റ് ആണ്, അത് സോഫ്റ്റ് ആണ്. പക്ഷെ മറ്റേനകത്ത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഡൗട്ട് ചോദിച്ചത്. ഫ്ലൂട്ട്ലെസ് സ്പൈറൽ പോയിന്റ് ടാപ്സ് ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടാപ്പിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ്. ആ ക്വസ്റ്റ്യൻസ് അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നത്. ക്ലാസ് കേറിയിട്ട് മറ്റേ ആപ്പിലോട്ട് കയറാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഈ പറഞ്ഞ സ്പൈറൽ തന്നെ ജസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ ഹെലിക്കൽ ടാപ്പ് അല്ലെങ്കിൽ സ്പൈറൽ പോയിന്റ് ടാപ്പ് തന്നെ ജസ്റ്റ് ഓർത്തിരുന്നു. പിന്നെ അത് എന്താണ് സ്പെഷ്യലി എടുത്ത് പറയുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ? ഓക്കെ. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാനത് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കാം, എന്താണ് അതിന്റെ ആ ഒരു ഇഷ്യൂ എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ലേ? ഓക്കെ ഓക്കെ. അത് എങ്ങനെ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. അത് ആ ഒരു ഡൗട്ട് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടതല്ല ഉള്ളൂ. വേറൊരു പറഞ്ഞോളൂ. വിച്ച് ടാപ്പ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടായി. ബോട്ടമിങ് ടാപ്പ്, ടേപ്പർ ടാപ്പ്, മീഡിയം ടാപ്പ്, പിന്നെ ഡൈ എന്ന് ആൻസർ വന്നേക്കണം മീഡിയം ടാപ്പ്. അയ്യോ, അങ്ങനെ ഒരു ചോദ്യോ? അതിന്റെ ആൻസർ തെറ്റാണ് സാറേ. അങ്ങനെയാണ് അഖിൽ സാർ ഒന്ന് റിപ്ലൈ അതെ അതെ അതെ. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഏതാണ് വിച്ച് ടാപ്പ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡോ? വിച്ച് ടാപ്പ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ടാപ്പിംഗ്.
മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ടാപ്പിംഗ് ആ കോമൺലി യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ത്രെഡിങ്, അങ്ങനെ ഒരു ചോദ്യം. അതിനകത്തും വിച്ച് ടൈപ്പ് ഓഫ് ടാപ്പ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ത്രെഡിങ്? ടാപ്പർ ടാപ്പ്, പ്ലഗ് ടാപ്പ്, ബോട്ടമിംഗ് ടാപ്പ്, സ്പൈറൽ പോയിന്റ് ടാപ്പ്. അതിനകത്തും ആൻസർ കൊടുത്തേക്കുന്നത് പ്ലഗ് ടാപ്പാണ് കൊടുത്തേക്കുന്നത്. ജനറൽ പർപ്പസ് ത്രെഡിങ് പ്ലഗ് ടാപ്പ് ആണെന്ന്. ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് പലതും ഇത് ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ഇതിപ്പം നമുക്ക് അങ്ങനെ അത് എടുത്തൊന്നും പറയുന്നില്ലല്ലോ. ഇത്തരത്തിലുള്ള പോയിന്റുകളൊന്നും ഇങ്ങനെ ഈ പറയുന്ന സാധ്യത കുറവാണ്. കാര്യം ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ത്രെഡിനെ നമുക്ക് ഫുള്ളി നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. നമ്മൾ 1 by 1 നമ്മളിത് യൂസ് ചെയ്യണ്ടേ. പ്രത്യേകിച്ച് ഈ ഹാൻഡ് ടാപ്സുകൾ മൂന്നും നമ്മൾ ഒരു സെറ്റിനകത്ത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് ടാപ്പ് ഇട്ട് നമ്മൾ ചെയ്തതിനു ശേഷം പിന്നീട് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടമിങ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പ് പൊതുവെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ജനറൽ പർപ്പസ് ത്രെഡിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് ടാപ്പ് ഒന്നും ചോദിക്കുകയാണെങ്കിൽ ഇല്ല, ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു ടാപ്പ് കൊണ്ട് മാത്രം നമുക്ക് അതിനെ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതെ, അതായത് ക്വസ്റ്റ്യൻ ഒരു സുഖമില്ലാതെ ക്വസ്റ്റ്യനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലല്ലോ അത്. അതാണ് അതിന്റെ ഇഷ്യൂ വരുന്നത്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നീട് ഈ പറഞ്ഞ നമ്മുടെ ഈ എന്താണ് ലൈക്ക് ത്രെഡ് ഫോമിംഗ് ചെയ്യുന്ന ടാപ്പ് ഉണ്ടല്ലോ, ഫോമിംഗ് ടാപ്പ് ഉണ്ട്. ഫോമിംഗ് ടാപ്പിനകത്ത് പൊതുവെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫോമിംഗ് ടാപ്പ് ടൈപ്സ് ഓഫ് ടാപ്പിനകത്ത് ഫോമിംഗ് ടാപ്പ് നമ്മൾ കണ്ടിരുന്നില്ലേ? ത്രെഡ് ഫോമിംഗ് ടാപ്പ് അതെ, ത്രെഡ് ഫോമിംഗ് ടാപ്പ് എന്ന് പറയുമ്പോൾ അവിടെ കട്ടിങ് അല്ല നടക്കുന്നുണ്ടാവുക, ഫോമിംഗ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അവിടെ ഫ്ലൂട്ടുകളൊന്നും കാണില്ല, ലൈക്ക് കട്ടിങ് എഡ്ജുകൾ ഉണ്ടാവില്ല. സോ അവിടെ ഫോമിംഗ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയലുകൾക്കാണ് പൊതുവെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ഓർത്ത് തന്നോളൂ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഹാൻഡ് ടാപ്പിനായിക്കോളോ മെഷീൻ ടാപ്പിനായിക്കോളോ ഈ ഫിനിഷിങ് കൂടുതൽ? ഫിനിഷിങ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് മെഷീൻ അനുസരിച്ച്, ലൈക്ക് ഹാൻഡ് ടാപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും മെഷീൻ ടാപ്പിനായിരിക്കും നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവുക. എറർ കുറവായിരിക്കുമല്ലോ മെഷീൻ ടാപ്പില്. മാനുവലി ചെയ്യുന്നതാണല്ലോ ഹാൻഡ് ടാപ്സ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെഷീൻ ടാപ്പ് ആയിരിക്കും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. മറ്റേത് ചിലപ്പോൾ എറർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ മെഷീനിസ്റ്റ്, ലൈക്ക് ആ ഒരാളുടെ ആ ഒരു എങ്ങനെയാണ് ലോഡ് കൊടുക്കുന്നത്. പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും, ബ്രേക്ക് ആവുകയും ചെയ്യും ഇത് നമ്മുടെ ടാപ്പ്. പലപ്പോഴും വർക്ക്ഷോപ്പിലൊക്കെ സാധാരണഗതിയിൽ പെട്ടെന്ന് പൊട്ടുന്ന ഒരു സംഗതിയാണ് ഈ ടാപ്പ്. പൊതുവെ അങ്ങനെ ചെയ്യിക്കാറുമില്ല അതുകൊണ്ട് കൂടുതലും. അപ്പൊ അതൊന്നും ഓർത്തിരുന്നാൽ മതി. അതും ക്വസ്റ്റ്യൻ വന്നെയാണോ ഇത്തരത്തിൽ ഏറ്റവും ഫിനിഷ് കിട്ടുന്നത് എവിടെയാണെന്നുള്ളത്? അല്ല, അത് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ. അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മിക്കതും മെഷീന്റെ സഹായത്തോടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക മാനുവലി ചെയ്യുന്നതിനെക്കാട്ടിലും. അതൊരു കോമൺ ആയിട്ട് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പിന്നെ വേറെ ഏതായിരുന്നു എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി ആ ഡൈയുടെ പോർഷൻസേ ഉള്ളൂ. സാർ അതാന്ന് തോന്നുന്നു എടുക്കാൻ പോകുന്നല്ലേ? ഡൈയുടെ പോർഷൻ. കാരണം അതിനകത്ത് തന്നെ വേറൊരു ബാക്ക് റിലീഫിന്റെ ടാപ്പ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അത് കട്ടിംഗ് ഫോഴ്സസ് റെഡ്യൂസ് ചെയ്യാന്നാണ് കൊടുത്തേക്കുന്നത്. അത് ശരിയാണല്ലോ അല്ലേ? ഏതാണ് ബാക്ക്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബാക്ക് റിലീഫ് ഇൻ എ ടാപ്പ്? ടു പ്രിവെന്റ് ഡാമേജ് ടു ദ ടാപ്പ്, ടു റെഡ്യൂസ് ദ കട്ടിംഗ് ഫോഴ്സസ്, റിമൂവ് ചിപ്സ് എഫിഷ്യന്റ്ലി. ആൻസർ കൊടുത്തേക്കുന്നത് റെഡ്യൂസ് ദ കട്ടിംഗ് ഫോഴ്സസ് എന്നാണ് കൊടുത്തേക്കുന്നത്. കട്ടിംഗ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാനാണോ? എനിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല സാറേ. ഞാൻ ഈ സബ്ജക്ട് പഠിച്ചിട്ടേ ഇല്ല. ഞാനിത് സാറ് പഠിപ്പിക്കുന്ന അതുപോലെ പഠിക്കാന്നുള്ളതല്ല. എനിക്ക് എന്താണെന്നും അറിയത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇട്ടേര്. അത് ലൈക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് പീരീഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എത്തിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് റിട്രാക്ട് ചെയ്യും, പുറകോട്ട് എടുക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചിപ്പ് മൊത്തത്തിൽ പുറത്തേക്ക് എത്തിക്കാനൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് പലപ്പോഴും. ഓക്കെ, എന്തായാലും ആ ക്വസ്റ്റ്യൻ കൂടെ ഇട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ടാപ്പ് റെഞ്ച് നമ്മൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ബാർ ടൈപ്പ് ആണ്. ബാർ ടൈപ്പ് ചോദ്യം വന്നിട്ടുള്ളത് സ്ഥലം പരിമിതി ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ഹാൻഡിൽ ടൈപ്പ് ആണ്. ടി ഹാൻഡിൽ ടൈപ്പ് ആണ്. ലൈക്ക് എന്താണ്, സ്ഥല പരിമിതി ഉണ്ടാവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടി ഹാൻഡിൽ. കോമൺലി യൂസ് ചെയ്യുന്നത് ബാർ ടൈപ്പ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. ഓക്കെ, ജസ്റ്റ് കോമൺ ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. ഓക്കെ, പിന്നെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് 175, 250, 300 ലെങ്തിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ. പിന്നീട് സ്ഥലം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് എന്താണ് സ്പേസ് കൺസ്യൂമിങ് ആണ് ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. സ്പേസ് ഇല്ലാത്തടത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടി ടൈപ്പ്. സോ ദ ടൈപ്പ് ഓഫ് ടാപ്പ് റെഞ്ച് ഈസ് മോർ യൂസ്ഫുൾ ടു വർക്ക് ഇൻ റെസ്ട്രിക്റ്റഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അത് ലൈക്ക് ടി ഹാൻഡിൽ ടാപ്പ് റെഞ്ച് ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഡീസൽ മെക്കിനെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത്തരത്തിൽ ടാപ്പ് റെഞ്ചസുമായി ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് റെഞ്ചസ്, സോളിഡ് ടൈപ്പ്, ബാർ ടൈപ്പ്, ബോക്സ് ടൈപ്പ്, ടി ഹാൻഡിൽ ടൈപ്പ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ടി ഹാൻഡിൽ ടൈപ്പ്. നമുക്ക് ഇത് വളരെ ചെറിയ സാധനമാണ്, ഒറ്റ കൈ കൊണ്ട് നമുക്കിത് തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടൈപ്പാണ് ഈ ടി ഹാൻഡിൽ ടാപ്പ് റെഞ്ച് എന്ന് പറയുന്നത്. വളരെ ചെറിയ സൈസിലുള്ള ടാപ്പുകൾക്ക് യൂസ് ചെയ്യുന്നു. ബ്രോക്കൺ ടാപ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി, പൊട്ടിപ്പോയിട്ടുള്ള ടാപ്പുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മെത്തഡാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? ടാപ്പ് എക്സ്ട്രാക്ടർ, പഞ്ച്, ടാക്ക് വെൽഡിംഗ്, ഓൾ ഓഫ് ദി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ടർണറുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ്. ഏതായിരിക്കും? ഓൾ ഓഫ് ദി. ഓൾ ഓഫ് ദി. ഇവിടെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ടത് ഏതൊക്കെ മെത്തേഡുകളുണ്ട്. നമ്മൾ ഈ പറയുന്ന ടാപ്പ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് പൊട്ടിപ്പോയി അകത്തിരിക്കുകയാണ്, ആ ഹോളിനുള്ളിലായി പോയി, എങ്ങനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം? സോ അതാണ് നമ്മൾ ഈ പറയുന്ന റിമൂവൽ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടാപ്പ് എക്സ്ട്രാക്ടറിന്റെ സഹായത്തോടെ നമുക്ക് എടുക്കാൻ കഴിയും, പഞ്ചസിന്റെ സഹായത്തോടു കൂടി നമുക്ക് എടുക്കാൻ കഴിയും, പിന്നെ ചൂടാക്കിയിട്ട് ഡ്രിൽ ചെയ്ത് നമുക്ക് മാറ്റാൻ കഴിയും. സോ ചൂടാകുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ആവും, എക്സ്പാൻഡ് ആകുമ്പോൾ നമുക്ക് അതിനെ ഡ്രിൽ ചെയ്ത് മാറ്റി പുറത്തേക്ക് എത്തിക്കാൻ പറ്റും. പിന്നീട് ആർക്ക് വെൽഡിങ് ചെയ്ത് നമുക്ക് എന്താണ് ഈ പറയുന്ന പൊട്ടിയ ടാപ്പിലേക്ക് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം തിരിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ടാകും. സോ അത് യൂസ് ഓഫ് ആർക്ക് വെൽഡിങ്. ദെൻ നൈട്രിക് ആസിഡിന്റെ സഹായത്തോടു കൂടി അവിടെ എന്താണ്, അവിടെ ഇറോഷൻ നടത്തിക്കൊണ്ട് അവിടെ ചെറിയ രീതിയിൽ ഒന്ന് ലൂസ് ആക്കും. സോ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, അത് പുറത്തേക്ക് എടുക്കുന്നുണ്ടാകും. സോ ആർക്ക് ആസിഡിന്റെ സഹായത്തോടു കൂടി അവിടെ ഇറോഷൻ, കെമിക്കൽ ഇറോഷൻ നടന്നുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സ്പാർക്ക് ഇറോഷൻ അതുപോലെ തന്നെ സ്പാർക്കിന്റെ സഹായത്തോടുകൂടി അവിടെ ഇറോഷൻ നടന്നുകൊണ്ട് നമുക്ക് ആ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് പ്രധാനപ്പെട്ട മെത്തേഡുകൾ, ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നീട് സെന്റർ സ്ക്രൂ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡൈ സ്റ്റോക്കിനകത്ത് ഡൈ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഡൈ സ്റ്റോക്ക് ഉണ്ടാകും. ഡൈ സ്റ്റോക്കിൽ ഇത്തരത്തിൽ 2-3 സ്ക്രൂസ് ഉണ്ടാകും, 2 സൈഡിലായിട്ടും 1 സെന്ററിലായിട്ടും. സെന്റർ സ്ക്രൂ എന്തിന് യൂസ് ചെയ്യുന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സെന്റർ സ്ക്രൂ എന്തിനാ യൂസ് ചെയ്യുന്നുണ്ടാവുക? To adjust the depth of cut. ഡെപ്ത് ഓഫ് കട്ട്. ഈ പറഞ്ഞ ഡെപ്ത് ഓഫ് കട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ സംഗതി ഇത് ഓർത്തിരുന്നാൽ മതി. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ അല്ലെങ്കിൽ ബട്ടൺ ഡൈ, ബട്ടൺ പാറ്റേൺ സ്റ്റോക്ക്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു ഡൈ ഇതിനുള്ളിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുന്നുണ്ടാകും. സോ 3 സ്ക്രൂ ആണുള്ളത്, സൈഡ് സ്ക്രൂ അതുപോലെ തന്നെ സെന്റർ സ്ക്രൂ. സൈഡ് സ്ക്രൂ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡൈ ക്ലോസ് ആവാൻ വേണ്ടി സ്ലൈറ്റ്ലി നമ്മൾ ടൈറ്റൻ ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവാനും, പിന്നീട് സെന്റർ സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു കട്ടിംഗ് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഡ്ജസ്റ്റിംഗ് ഡെപ്ത് ഓഫ് കട്ട് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ അതാണ് ഈ പറയുന്ന ബട്ടൺ ഡൈ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സർക്കുലർ സ്പ്ലിറ്റ് ഡൈ എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, നെയിം ദ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് എക്സ്റ്റേണൽ ത്രെഡ് ഇൻ വർക്ക് പീസ്. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഗതി ഏതാണ്? ടൂൾ ഏതാണ്? ഡൈ സ്റ്റോക്ക്, ഹാൻഡ് ടാപ്പ്, ഡൈ, ഹാൻഡ് റീമർ. ഡൈ അല്ലെ? ഇത്തരത്തിൽ ഡൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. ഓക്കെ ഫൈൻ, ഡൈ. അപ്പോ ഹാൻഡ് ടാപ്പ്, ഹാൻഡ് റീമർ. റീമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഹാൻഡ് റീമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫിനിഷിങ്. നമ്മൾ ഓൾറെഡി ഡ്രില്ല് ഹോൾ ചെയ്തിട്ടുണ്ടാകും. സോറി ഹോൾ ഡ്രിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഈ പറയുന്ന എന്താണ് ഹോള് കൃത്യമായിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാൻ വേണ്ടി, കൃത്യമായിട്ടുള്ള ഫിനിഷിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റീമിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ചേസിംഗ് ഓർ റീകണ്ടീഷനിങ് ദ ഡാമേജ്ഡ് ത്രെഡ്? ചേസിംഗ് അല്ലെങ്കിൽ റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? സർക്കുലർ ഡൈ, ഹാഫ് ഡൈ, അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ, ഡൈ നട്ട്. ഡൈ നട്ട് ആണ് അല്ലെ? സംശയം ഡൈ നട്ട് ആണ്. ഇപ്പൊ ഡൈ നട്ട്
എന്തിന് യൂസ് ചെയ്യുന്നു? ഡൈനെറ്റ് റീകണ്ടീഷൻ ചെയ്യാനും ചേസിങ് ചെയ്യാനുമാണ്. അതിൽ ചേസിങ് അല്ലെങ്കിൽ റീകണ്ടീഷനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിലവിൽ ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടാകും, അതിനെ ചേസ് ചെയ്തുകൊണ്ട് വീണ്ടും അതിനകത്ത് എന്താണ് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതിനെ റീകണ്ടീഷൻ ചെയ്തെടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് ചേസിങ്, അതുപോലെ തന്നെ റീകണ്ടീഷനിങ്. അപ്പൊ അവിടെ ഡൈ നട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. ഡൈ നട്ടുകൾ പുതിയ ത്രെഡുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല. പുതിയ ന്യൂ അല്ലെങ്കിൽ ഫ്രഷ് ത്രെഡുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഡൈനെറ്റുമായി ബന്ധപ്പെട്ട്. സോ അതൊന്നും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഡൈനെറ്റ് പൊതുവെ ഇത്തരത്തിലൊരു നട്ട് പോലെ ഇരിക്കും. നമ്മൾ സ്പാനറിന്റെ സഹായത്തോടു കൂടി ആയിരിക്കും അത് എന്താണ് ടേൺ ചെയ്യുന്നുണ്ടാവുക. സ്പാനർ അല്ലെ, ഡൈനെറ്റ് ഈസ് ടേൺഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്പാനർ. ഡൈനെറ്റ് ആർ അവൈലബിൾ ഇൻ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ആൻഡ് സൈസ് ഓഫ് ത്രെഡ്. പല സൈസിൽ അവൈലബിൾ ആണ്. നമുക്ക് നോട്ട് ബി യൂസ്ഡ് ഫോർ കട്ടിങ് ന്യൂ ത്രെഡ്. പുതിയ ത്രെഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യൂസ്ഡ് ഫോർ ചേസിങ് ഓർ ഡീകണ്ടീഷനിങ് ദ ഡാമേജ്ഡ് ത്രെഡ്. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈനെറ്റ് അല്ലെങ്കിൽ സോളിഡ് ഡൈ എന്ന് പറയുന്നത് അല്ലെ, ഡൈനെറ്റ് അല്ലെങ്കിൽ സോളിഡ് ഡൈ എന്നറിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, സോളിഡ് ഡൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡൈനെറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നീട് മനസ്സിലാക്കേണ്ടത് ബ്ലാങ്ക് സൈസ് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ബ്ലാങ്ക് സൈസ് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ് അത് മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ. നമുക്കറിയാം ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു സ്മോൾ ഡി മൈനസ് പി ബൈ 10 അല്ലെ, 1/10 ഓഫ് പിച്ച്. സോ അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 1/10 ഓഫ് പിച്ച് ഓഫ് ത്രെഡ് ആണ്. എവിടെ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്? ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് ഷുഡ് ബി ലെസ് ബൈ 1/10 ഓഫ് പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ M12 വിത്ത് 1.75 mm പിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്കവിടെ ഈ പറയുന്ന ബ്ലാങ്ക് സൈസ് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡി ഈസ് ഈക്വൽ ടു ഡി മൈനസ് ലൈക്ക് 12 മൈനസ് 1/10 ഓഫ് പിച്ച്. 1/10 ഓഫ് പിച്ച്. ഓക്കെ, ദാറ്റ് ഈസ് 12 മൈനസ് 0.175 ലൈക്ക് 11.8 mm ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ അത്തരത്തിൽ ബ്ലാങ്ക് സൈസ് കണ്ടുപിടിക്കാൻ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ബ്ലാങ്ക് സൈസ് ഫോർ എക്സ്റ്റേണൽ ത്രെഡിങ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ട്രപ്പിസോയിഡൽ ത്രെഡ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു. ട്രപ്പിസോയിഡൽ ത്രെഡ്, ആക്മി ത്രെഡ്, സോ ടൂത്ത്, ബട്രസ്, വോം ത്രെഡ്. അപ്പൊ ആക്മി, സോ ടൂത്ത്, ബട്രസ്, വോം ത്രെഡ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആക്മി ത്രെഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ബട്രസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ടൂത്ത് ഇത്തരത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോഡിഫൈഡ് ഫോം ഓഫ് ബട്രസ് ത്രെഡ് തന്നെയാണ് ഓർത്തിരിക്കാം. 3 ഡിഗ്രി ആണ്, അതുപോലെ തന്നെ 30 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടു. ഓക്കെ, സോ 3 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. ചിത്രം നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ല. 3 ഡിഗ്രി 30 ഡിഗ്രി സോ ടൂത്ത് ത്രെഡ്, മോഡിഫൈഡ് ഫോം ഓഫ് ബട്രസ് ത്രെഡ്. ഓക്കെ, പിന്നീട് വോം ത്രെഡ് ആണ് ഓൾറെഡി നമ്മൾ കണ്ടു. വോം ത്രെഡ് സിമിലർ ടു ആക്മി ത്രെഡ് ആണ്, ബട്ട് ഡെപ്ത് ഓഫ് ത്രെഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ആക്മി ത്രെഡ്. പിന്നെ വോം ഷാഫ്റ്റ്, വോം വീൽ നമ്മൾ യൂസ് ചെയ്യുന്നു. വോം ഷാഫ്റ്റ് ആണ് കട്ട് ചെയ്യുന്നുണ്ടാവുക, വോം വീലോട് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നു. ലൈക്ക് വോം അല്ലെങ്കിൽ വോം ഷാഫ്റ്റ്, വോം വീലൊക്കെ മോഷൻ ടു ബി ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് അല്ലെ. ഇത്തരത്തിൽ ഗിയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇത്തരത്തിൽ റൈറ്റ് ആംഗിൾസിലായിരിക്കും നമ്മളത് ഷാഫ്റ്റ് അവിടെ എന്താണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഹൈ റേറ്റ് ഓഫ് സ്പീഡ് റിഡക്ഷൻ അതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇൻക്ലൂഡഡ് ആംഗിൾ 29 ഡിഗ്രി എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. പിന്നെ നക്കിൾ റൗണ്ട് ത്രെഡ് ആണ്, അല്ലെങ്കിൽ നക്കിൾ ത്രെഡ് ഓൾറെഡി കണ്ടു. സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ്. സെമി സർക്കുലർ ഷേപ്പിൽ അറിയപ്പെടുന്നു, കാണപ്പെടുന്നു. സ്പിൻഡിൽ ലൈക്ക് വാൽവ് സ്പിൻഡിൽ, റെയിൽവേ ക്യാരേജ്, കപ്ലിംഗ്, ഹോസ് കണക്ഷൻ, ബൾബ്, ഗ്ലാസ് ബോട്ടിൽസിലൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ത്രെഡുകൾ കാണാറുണ്ട്. ഡെപ്ത് 0.5. കാര്യം നമ്മുടെ എന്താണ് സ്ക്വയർ ത്രെഡ് പോലെ തന്നെ ഡെപ്ത് 0.5 ആണ്, ആംഗിൾ 30 ഡിഗ്രി, അതുപോലെ റേഡിയസ് 0.25 ടൈംസ് പിച്ച്. ഓക്കെ, റേഡിയസ് 0.25 ടൈംസ് പിച്ച്, ഡെപ്ത് 0.5 ടൈംസ് പിച്ച്, അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു എന്താണ് ഇൻ ബിറ്റ്വീൻ സ്പേസ് ലൈക്ക് എന്താണ് 0.5 ടൈംസ് പിച്ച് തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ അത് ബാക്കിയെല്ലാം സിമിലർ ആയിട്ടുള്ള വാല്യൂസ് തന്നെയായിരിക്കും വരുന്നത്, ലൈക്ക് സിമിലർ ടു സ്ക്വയർ ത്രെഡ് വാല്യൂസ് തന്നെയായിരിക്കും അവിടെ വരിക. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ടൈപ്സ് ഓഫ് ത്രെഡുമായി ബന്ധപ്പെട്ട്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ത്രെഡുകൾ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. സോ ഇതൊക്കെ 55 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 47.5 ഡിഗ്രി ആണെന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ഐസോമെട്രിക് ത്രെഡ് 60 ഡിഗ്രി, പിന്നെ അമേരിക്കൻ അല്ലെങ്കിൽ സെല്ലേഴ്സ് ത്രെഡ് അല്ലെങ്കിൽ അമേരിക്കൻ നാഷണൽ ത്രെഡ് എന്നറിയപ്പെടുന്നു. ലൈക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി കണ്ടത് ഈ പറയുന്ന 55 ഡിഗ്രി ആംഗിൾ, അതുപോലെ തന്നെ ഡെപ്ത് 0.6403 ടൈംസ് പിച്ച് എന്നുള്ളത് നമ്മൾ കണ്ടു.
ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് യൂസ് ചെയ്യുന്നതാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാകും. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഫൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കറസ്പോണ്ടിങ് ആംഗിൾ ഒക്കെ അതുപോലെ തന്നെയാണ്, 55 ഡിഗ്രി തന്നെയാണ്. സോ 0.6403 ടൈംസ് പിച്ച് തന്നെയാണ് വാല്യൂ വരുന്നുണ്ടാവുക. പിന്നീട് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്. ഓക്കെ, പൈപ്പിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ത്രെഡാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് എന്ന് പറയുന്നത്. എഗെയിൻ ആംഗിൾ 55 ഡിഗ്രി തന്നെയാണ്, പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നു. അത് നോർത്തിരിക്കാം. പിന്നീട് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണ്, 47.5 ഡിഗ്രിയാണ് ഇൻക്ലൂഡ് ആംഗിൾ. ഡെപ്ത് 0.6 ടൈംസ് പിച്ച്, റേഡിയസ് 2p divided by 11. Electrical appliances, watches, screw of scientific apparatus. അതിനകത്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. സാറിന് ക്വസ്റ്റിനകത്ത് BSF screw threads are generally used for ordinary bolt, electrical good, lathe, lead screw, Y spindle അങ്ങനെ കൊടുത്തേ. അപ്പോ BSF ത്രെഡിന്റെ ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇലക്ട്രിക്കൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് അല്ലേ? അതെ BSF ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് തന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ ക്വസ്റ്റിന് കൊടുത്തേക്കുന്ന BSF screw threads are generally used for option ordinary bolt and nut, electrical goods, lathe, lead screw, Y spindle എന്നാ കൊടുത്തേക്കുന്നത്. അവിടെ അപ്പൊ ഇലക്ട്രിക്കൽ ഗുഡ്സ് പറയാമല്ലേ? അപ്പൊ പക്ഷെ ബ്രിട്ടീഷ് അസോസിയേഷനകത്തും ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് എത്തിക്കാം. കാര്യം ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിനകത്താണ് ഇത് വരുന്നത്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഇപ്പൊ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിനകത്താണ് ഇത് വരുന്നത്. അപ്പൊ ബാക്കി നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കുക, ബാക്കി ഓപ്ഷനോടൊന്ന് നോക്കുക കൃത്യമായിട്ട്. അപ്പൊ കോമൺ ആയിട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ആ ഓപ്ഷനോടൊന്ന് നോക്കണം. ഓപ്ഷനോട് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇപ്പം സ്ക്വയർ ത്രെഡ് അല്ലെങ്കിൽ ബാക്കി ആക്മി ത്രെഡ് പിന്നീട് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഓപ്ഷനിൽ ബാക്കി ഏതായിരുന്നു ത്രെഡ്? ആക്മി ത്രെഡ് ഓപ്ഷനകത്ത് പറഞ്ഞേക്കുന്നത് ഓർഡിനറി അതിന്റെ യൂസ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് ഓർഡിനറി ബോൾട്ട് ആൻഡ് നട്ട്, ലെയ്ത്ത്, ലീഡ് സ്ക്രൂ, വൈ സ്പിൻഡിൽ. അപ്പൊ അത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ ഉത്തരം വരിക ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അപ്ലയൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വൈ സ്പിൻഡിൽസിലൊക്കെ നമ്മൾ എന്താണ് ലൈക്ക് വൈ സ്പിൻഡിൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക സ്ക്വയർ ത്രെഡാണ്. വൈ സ്പിൻഡിൽസിൽ വൈ സ്പിൻഡിൽസിൽ ബട്ടർ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട് കാർപ്പൻട്രി വൈസസിലൊക്കെ. എന്തോ പ്രിസിഷൻ എക്യുപ്മെന്റ്സിനകത്ത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് അസോസിയേഷൻ അതെ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് പ്രിസിഷൻ അതിലേക്ക് സ്ക്രൂസ് ഓഫ് സയന്റിഫിക് അപ്പാരറ്റസ് അത്തരത്തിലുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളാണ് ഈ സയന്റിഫിക് അപ്പാരറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നവർ. വി ത്രെഡും പക്ഷെ ഓപ്ഷന് വി ത്രെഡിനില്ലാത്ത മൈക്രോമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് അതും പ്രിസിഷൻ എക്യുപ്മെന്റ് തന്നെയല്ലേ? ആണ്, പക്ഷെ കുറച്ചുകൂടി എന്താണ് ലൈക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് അസോസിയേഷൻ കേട്ടോ. പ്രിസിഷന് ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് അസോസിയേഷൻ ബ്രിട്ടീഷ് അസോസിയേഷൻ നമ്മൾ ഓർത്തതാണ്. അത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് തന്നെ കുത്തിക്കോ. ശരി. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കാര്യം. നമുക്ക് പ്രത്യേകം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അതാണ് അവരങ്ങനെ പറയാൻ കാര്യം. ഓക്കെ, പിന്നീട് യൂണിഫൈഡ് ത്രെഡ് ആണ്. ഇത്തരത്തിൽ യൂണിഫൈഡ് ത്രെഡ് 60 ഡിഗ്രി തന്നെയാണ്. ഐസോമെട്രിക് ത്രെഡ് യൂണിഫൈഡ് ഇഞ്ച് സീരീസ് ത്രെഡ് ആണ്. അപ്പൊ അത് 60 ഡിഗ്രി തന്നെയാണ് അതിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. രണ്ടും ഫ്ലാറ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ക്രസ്റ്റും റൂട്ടും ഫ്ലാറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അമേരിക്കൻ നാഷണൽ ത്രെഡ് സെല്ലേഴ്സ് ത്രെഡ് എന്നറിയപ്പെടുന്നു. സെല്ലേഴ്സ് ത്രെഡ് അതും 60 ഡിഗ്രി തന്നെയാണ് അതിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഇൻക്ലൂഡ് ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ അമേരിക്കൻ നാഷണൽ ത്രെഡ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ത്രെഡ് എന്ന് പറയുന്ന ടൈപ്പ് ആണ്. അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. ഐസോമെട്രിക് ത്രെഡിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്രസ്റ്റ് വന്നിട്ട് റൗണ്ട് പോർഷൻ ആണ്, ട്രഫ് അല്ലെങ്കിൽ ഫ്ലാറ്റ് പോർഷൻ അതിന്റെ ഉണ്ടാകും. മെട്രിക് ത്രെഡ് ആണ്, ഇൻക്ലൂഡ് ആംഗിൾ 60 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് വാല്യൂസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ഫൈൻ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇത്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ചോദിച്ചപ്പം റീസെന്റ് ആയിട്ടൊക്കെ ചോദ്യം കണ്ടുവരുന്നതാണ്. ഇത്തരത്തിൽ മെട്രിക് ഡയമീറ്റർ വന്നിട്ടുണ്ടാവും, കറസ്പോണ്ടിങ് പിച്ചിന്റെ വാല്യൂ എത്രയാണ്. ഇപ്പൊ 10 × 1.5 ഇപ്പം 10 mm × 1.5 ആണ് സ്റ്റാൻഡേർഡ്. ലൈക്ക് അത് കോഴ്സും സ്റ്റാൻഡേർഡും ഉണ്ട്, ലൈക്ക് കോഴ്സും ഫൈനും ഉണ്ട്. അപ്പൊ എടുത്ത് പറയുന്നില്ല ചില സമയങ്ങളിൽ അത് എടുത്ത് പറയാറില്ല.
അപ്പൊ അത് ബാക്കി ഓപ്ഷനോട് ഒന്ന് നോക്കിയിട്ട് വേണം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 mm, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെട്രിക് ഡയമീറ്റർ 8 mm ഇൻറ്റു കറസ്പോണ്ടിങ് 1.25 തരാം, ഇൻറ്റു 1 തരാം. ഓക്കെ, അപ്പൊ അത് എടുത്ത് ഫൈൻ സ്റ്റാൻഡേർഡ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കറക്റ്റ് ആണ്. അപ്പോൾ പറയാണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ 1.25 1 തന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നോക്കുക, ഒന്നെങ്കിൽ 1.25 ഉണ്ടോ അല്ലെങ്കിൽ 1 ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിൽ 4 ഓപ്ഷൻസ് തന്നിട്ട് അതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 mm ഇൻറ്റു 0.75 0.70 എന്നോ അല്ലെങ്കിൽ 3 mm ഇൻറ്റു 0.35 എന്നോ ഒക്കെ തരുന്നുണ്ടാവും. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് 3 mm ഇൻറ്റു 0.35 ആണെന്നുള്ള ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, വന്ന് കണ്ടിപ്പോൾ കാണുന്നു. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിൽ 3 mm മുതൽ 48 mm വരെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ 3 mm ലൈക്ക് ചോദിച്ചിട്ടുള്ളത് 10 mm ചോദിച്ചിട്ടുണ്ട്, 10 ഇൻറ്റു 1.5 ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് 5 mm ഇൻറ്റു 0.8. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരു റേഞ്ച് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ മെട്രിക് ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ ടാപ്പ് ആൻഡ് ഡൈയുമായി ബന്ധപ്പെട്ട് ടാപ്സുമായി ബന്ധപ്പെട്ട് ടാപ്പിന്റെ ക്ലാസിഫിക്കേഷൻ, ഹാൻഡ് ടാപ്സ്, അതിന്റെ 3ന്റെയും ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, മെഷീൻ ടാപ്പ് എങ്ങനെയാണ്, അതിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് വരുന്നുണ്ടാവുക, ബേസിക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ടാപ്പ് റഞ്ചസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ത്രെഡ്, ടൈപ്സ് ഓഫ് ത്രെഡ്, മറ്റു കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് റീമർ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ റീമർ ടൈപ്സ്, റീമറിന്റെ നോമൻക്ലേച്ചർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതേ ഉള്ളൂ നമുക്ക് 10 മാർക്ക് ഈ ഒരു കേസ്, ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. സോ അത് നമുക്ക് മാക്സിമം നമുക്ക് കിട്ടാൻ കഴിയും. കിട്ടത്തില്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും, നമുക്ക് തന്നിട്ടുള്ള പോയിന്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക കേട്ടോ. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന പോയിന്റുകൾ തന്നെ സ്റ്റേറ്റ്മെന്റുകളാക്കി തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് സമയം നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയാണ് കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ബാക്കി പോയിന്റുകളൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് കണ്ടിട്ടുള്ള പോയിന്റുകൾ തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക, അതിനകത്ത് പോയിന്റുകൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടാപ്പ് ആൻഡ് ഡൈയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക.